السلام عليكم ورحمة الله وبركاته. الحمد لله الذي سهل لعباده إلى مرضاته سبيلا وأوضح لهم الهداية وجعل الرسول عليها دليلا ورضي لهم نفسه ربا والإسلام دينا ومحمدا صلى الله عليه وسلم نبيا ورسولا. أحمده وأشكره على جزيل فضله وعطاياه، وأشهد أن لا إله إلا الله وحده لا شريك له الملك الحق المبين، وأشهد أن محمدا عبده المصطفى الذي لا ينطق عن الهوى، فصلوات الله وسلامه عليه ما ذكره الذاكرون الأبرار وعلى آله وصحبه الأخيار. أيها الحفل الكريم، أتوجه بالشكر والتقدير إلى القائمين والمنظمين لهذا الملتقى الرمضاني 14، والذي يقام برعاية كريمة من سمو الشيخ أحمد بن محمد بن راشد آل مكتوم، رئيس مؤسسة محمد بن راشد آل مكتوم، في هذا الشهر الفضيل، شهر الخير والبركة وشهر العتق من النار. وإلى دائرة السياحة والتسويق التجاري بدبي، والتي تحرص دائما على استضافة المشايخ والدعاة البارزين لإلقاء المحاضرات الهادفة التي تنير القلوب وتزكي النفوس. محاضرتي اليوم بعنوان من كان يرجو لقاء ربه، وسوف أبدأ بتقديم نبذة عن الموضوع باللغة العربية ليعم النفع ويستفيد الضيوف الكرام العرب الذين حضروا معنا في هذه الليلة المباركة. إخوتي في الله، إن من أعظم ما ينبغي أن يحرص عليه الإنسان ختام حياته وحسن لقاء ربه، وقد وجه القرآن الكريم إلى حسن استعدادنا للقاء الله تعالى بالعمل الصالح. قال تعالى: فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. وقد حثنا الله تبارك وتعالى وأمرنا بالحرص على نيل الخاتمة الحسنة، فقال تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولقد كان الأنبياء عليهم السلام يوصون بها، ووصى بها إبراهيم بنيه ويعقوب: يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. والسعي لحسن الخاتمة غاية الصالحين وهمة العباد المتقين ورجاء الأبرار الخائفين. قال تعالى: ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ولحسن الخاتمة أسباب، منها تقوى الله تعالى والصدق معه في كل الأحوال، فيستوي سر الإنسان وعلانيته، فلا يختلف عمله أمام الناس عنه في الخلوة. والاستقامة على العمل الصالح من أسباب حسن الخاتمة، فمن عاش على شيء مات عليه. فيا عباد الله، استعدوا للقاء الله وعمل الصالحات وجانبوا المحرمات، واجتهدوا فيما يرضي ربكم، وأحسنوا العمل وأحسنوا الظن بربكم.
നസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യർസുഖന അൽ-ഇഖ്ലാസ് ഫിൽ ഖൗലി വൽ അമൽ വജസാകുമുല്ലാഹു അഹ്സനൽ ജസാ വഅസ്തഅ്ദിനുകും ഇന്തിഖാല കലാമി ഇല ലുഗത്തിൽ മലൈബാരിയ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹനീയമായ വിജ്ഞാനവേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം മുഖേന കഴിഞ്ഞ 2 വർഷങ്ങളിലെ പോലെ ഈ വർഷവും മലയാളികളായ നമുക്ക് അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിക്കുവാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമുക്ക് സംസാരിക്കുവാനുള്ള വിഷയം സന്തോഷപൂർവം റബ്ബിനെ കാണുവാൻ എന്നതാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മനസ്സിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അവന്റെ മനസ്സിൽ അവൻ നിരന്തരമായി കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹവും അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് സർവലോക പരിപാലകനായ റബ്ബേ, നിന്നെ കാണുവാൻ നീ എനിക്ക് ഭാഗ്യം തരണേ എന്ന്. അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. നമ്മിൽ നിന്ന് ഒരുപാട് കാലമായി മരണത്താൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നമ്മുടെ കൂടെയില്ലാതെ മറ്റു സ്ഥലങ്ങളിലായി അകന്നു കഴിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഇവരെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാണുള്ളത്? നമ്മെ ഏറെ സ്നേഹിക്കുന്നവരെ, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നവരെ കാണണം, അവരുമായിട്ടൊന്ന് ഒന്നിച്ചിരിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല. ആ നിലക്ക് നമ്മെ ഏറെ സ്നേഹിക്കുന്ന സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീൻ നിരന്തരമായി നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന യാ അല്ലാഹ്, യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാഥൻ, റഹ്മാനായ നാഥൻ, റഹീമായ നാഥൻ, റഊഫായ നാഥൻ, വദൂദായ നാഥൻ, അലീമും സമീഉം ബസീറുമൊക്കെയായ നാഥൻ നമുക്ക് വേണ്ടതെല്ലാം വേണ്ട അളവിൽ നൽകി, നമുക്ക് വേണ്ടതെല്ലാം ഓരോ ഘട്ടങ്ങളിലും നൽകി, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ? നമുക്ക് ശ്വസിക്കാൻ വായു തന്ന, കുടിക്കാൻ വെള്ളം തന്ന, നമുക്ക് നടക്കാൻ കാലുകൾ തന്ന, പിടിക്കാൻ കൈകൾ തന്ന, വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് ധാരാളക്കണക്കിന് ഉപകരണങ്ങളും സംവിധാനങ്ങളും നൽകി അനുഗ്രഹിച്ചവനായ നാഥൻ, ആ നാഥനെ ഒരു നോക്ക് കാണാൻ, അവനെ ഒന്ന് കണ്ണിറയെ കാണാൻ, അവന്റെ മുഖത്തേക്കൊന്ന് സന്തോഷത്തോടുകൂടെ നോക്കാൻ ഒരവസരം ലഭിക്കണേ എന്ന് ആഗ്രഹത്തോടു കൂടെയാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദാ നിരന്തരമായി ഈ ആഗ്രഹം റബ്ബിന്റെ മുമ്പിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. ആ പ്രാർത്ഥന നമ്മളും പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ആലമീനിനോട് ചോദിക്കുകയാണ്, വസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക്, വസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക് ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ ഫുളില്ലത്തിൻ اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. അല്ലാഹുവേ, നിന്നെ ഒന്ന് കാണാൻ, നിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ, നിന്നെ കണ്ടുവന്ന് ആനന്ദിക്കാൻ റബ്ബേ നിന്നോട് ഞാൻ യാചിക്കുന്നു.
നിന്നെ കണ്ട് ആനന്ദിക്കാനുള്ള ഒരു തൗഫീഖ്, അതിനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ. നീ എനിക്ക് ഈമാൻ കൊണ്ട് എന്റെ ഹൃദയത്തിന് നീ ഏറ്റവും നല്ല രൂപത്തിലുള്ള നിർഭയത്വം തരണേ. നിന്റെ മാർഗദർശനം ലഭിച്ച മുന്നണി പോരാളികളിൽ ഹിദായത്ത് കിട്ടിയവരിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ. ഓ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്ത് വെച്ച് എത്ര മഹാനാണെങ്കിലും അള്ളാഹനെ ഒന്ന് ഒരു നോക്ക് കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹം റബ്ബിനോട് പങ്കുവെച്ചതാണ്. അള്ളാഹ് നിന്നെ ഒന്ന് കാണിച്ചു തരാമോ, നിന്നിലേക്കൊന്ന് നോക്കാൻ എനിക്ക് തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ വെച്ചതിന് സാധിച്ചിട്ടില്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും നാളെ പരലോക നാളിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ മഹാനായ റബ്ബുൽ ആലമീനിനെ കണ്ട് ആനന്ദിക്കാനാകുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാനാകുമോ പ്രവാചകരെ, അല്ലാഹനെ കാണാൻ സാധിക്കുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചോദിക്കുകയാണ് അവിടുന്ന്, ഹൽ തുലാമൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തൽ ബദ്രി, പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയിൽ ആ പൂർണ്ണചന്ദ്രനെ കാണുന്നതിന് നിങ്ങൾക്ക് വല്ല മറയുമുണ്ടാകാറുണ്ടോ? സഹാബത്തൊന്നടങ്കം പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല പ്രവാചകരെ, ഞങ്ങൾക്ക് കാണാനാകും. ഉടനെ റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, ഹൽ തുലാമൂന ഫീ റുയത്തി ശംസി ലൈസ ദൂനഹാ സഹാബ്, ഒരു മേഘങ്ങളുടെയും മറയില്ലാതെ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് കഴിയാറില്ലേ? സഹാബത്ത് പറഞ്ഞു, ഒരു മറയുമില്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിയും നബിയെ, അതിലൊരു സംശയവുമില്ല. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ ഫഇന്നകും തറൗനഹു കദാലിക്, എങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്താം. ആ ആഗ്രഹവും ആ ഓഫറും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ഉജൂഹു യൗമഇദിൻ നാദിറ, ചില മുഖങ്ങളതാന്ന് പ്രസന്നഭാവത്തോടെ ഇരിക്കുന്നു, മുഖങ്ങളന്ന് പ്രകാശിക്കുകയാണ്, വെട്ടിത്തിളങ്ങുകയാണ്. എന്താണ് കാരണം? ഇലാ റബ്ബിഹാ നാദിറ, ആ റബ്ബിലേക്ക് ആ മനുഷ്യന്മാര് മുഅ്മിനുകൾ അവരുടെ റബ്ബിനെ കണ്ട സന്തോഷം കൊണ്ട് അവരുടെ മുഖമാകെ വെട്ടിത്തിളങ്ങുന്നു, പ്രകാശം വഴിക്കുന്നു, പ്രസന്നവദനമായ രൂപത്തിൽ അവർക്കവിടെ അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്നു. അതേ അവസരത്തിൽ സഹോദരന്മാരെ, അല്ലാഹു വളരെ ഗൗരവത്തോടുകൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മുഅ്മിനുകൾക്കല്ലാതെ റബ്ബിനെ കാണാൻ കഴിയില്ല. കാരണം അല്ലാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, കാഫിറുകളായ ആളുകൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. റബ്ബിന്റെ കോടതിയിൽ പോയി അവനെ നോക്കിക്കാണാനുള്ള സൗഭാഗ്യം, അല്ലാഹുവിനെ വന്ന് നോക്കിയിട്ട് അവരുടെ മുഖങ്ങൾക്കൊന്ന് പ്രസന്നത പകരാൻ കാഫിറുകൾക്ക് തൗഫീഖില്ല. അവരുടെയും റബ്ബിന്റെയും ഇടക്ക് ലമഹ്ജൂബൂൻ, മറയിടപ്പെടുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിനെ കാണും അത് മുഅ്മിനുകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ഈ മഹനീയമായ രാത്രിയിൽ നമ്മളെല്ലാം പുണ്യങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹികൽ കരീം, റബ്ബേ നിന്റെ പരിപാവനമായ ആ നിന്നെ നോക്കിക്കാണാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. കാരണം ആ രൂപത്തിലുള്ള കാഴ്ചക്ക് വേണ്ടി നമ്മൾ പുറപ്പെടുന്ന ഒരു ദിനമുണ്ട്, അല്ലാഹനെ കാണാൻ വേണ്ടി നമ്മൾ പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട് സഹോദരന്മാരെ. റബ്ബിനെ കാണാൻ വേണ്ടി യാത്ര പോകുന്ന ദിവസം,
അതൊരു വല്ലാത്ത ദിവസമാണ്. ഏതാണ് ആ ദിവസമെന്ന് അറിയാമോ? ഞാനും നിങ്ങളും മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്ന ദിവസം. വളരെ ഗൗരവത്തോടെ എന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം. റബ്ബിനെ കാണാനുള്ള പുറപ്പാടാണ്, റബ്ബിന്റെ കോടതിയിലേക്കുള്ള പുറപ്പാടാണ്. ആ റൂട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിയുന്നു. ആ നേരത്ത് എപ്പോഴാണ്, ഏത് അവസരത്തിൽ ആർക്കൊക്കെ അള്ളാനെ കാണാൻ ഇഷ്ടമുണ്ടാകുമോ അവരെ കാണാൻ അല്ലാഹുവിനും ധൃതിയാണ്. ആർക്കൊക്കെ റബ്ബിനെ കാണാൻ വെറുപ്പ് തോന്നുമോ അവരെ കാണാൻ അല്ലാഹുവിനും താല്പര്യമില്ല. അവരെ കാണാൻ റബ്ബിനും വെറുപ്പ് തന്നെ. വളരെ വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഒരു ഹദീസിലൂടെ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും എനിക്ക് അല്ലാഹനെ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹ് അവനെ കാണാനും ഇഷ്ടപ്പെടും. ശരിക്ക് ചിന്തിച്ചോ ഓ സഹോദരന്മാരെ, നമ്മൾ എത്രമാത്രം ദുആ ചെയ്യേണ്ട വിഷയമാണ്. അല്ലാഹ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ആർക്ക് അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമുണ്ട്. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെ അല്ലാഹനെ കാണാൻ വെറുക്കുന്നുവോ കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അല്ലാഹ്ക്കും വെറുപ്പാണ്. ഇതങ്ങ് കേട്ടപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മാക്ക് പേടിയായി. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാഹനെ കാണാൻ വെറുപ്പുള്ളവർക്ക് അല്ലാഹുവിനും അവരെ കാണാൻ വെറുപ്പാണെന്ന് പറഞ്ഞപ്പോ ആയിഷ ഉമ്മ ബീവി വിചാരിച്ചത് മരണത്തെ വെറുക്കുന്നവരെ കുറിച്ചാണ് ആ പറയുന്നതെന്നാണ്. കാരണം മരണത്തെ ഭയമില്ലാത്തവരാരാണ്? മരണത്തെ വെറുക്കാത്തവരാരാണ്? ആർക്കാണ് പെട്ടെന്ന് മരിക്കട്ടെ എന്ന ചിന്തയുള്ളത്? അതുകൊണ്ട് ഉമ്മ ചോദിച്ചു റസൂലുള്ളാഹിനോട്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലനക്റഹുൽ മൗത്ത്, ഞങ്ങളൊക്കെ മരണത്തെ വെറുക്കുന്നവരാണല്ലോ. മരണത്തെ വെറുക്കാത്തവരാരാ ഉള്ളത് നബിയെ? മരിക്കുന്നതിൽ പേടിയില്ലാത്തവരാരാ ഉള്ളത്? അപ്പോൾ പിന്നെ അത് അള്ളാഹനെ കണ്ടുമുട്ടുന്നതിനോട് വെറുപ്പായിട്ടാണോ പരിഗണിക്കപ്പെടുക? എന്താണങ്ങൊന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലസ്തു ദാക ഐനി, അതല്ല ആയിഷ അതുകൊണ്ട് ഉദ്ദേശം. വലാകിൻ അല്ലാഹ തബാറക വ തആല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണമങ്ങ് ഹാജരാകുമ്പോ, ഒരു മുഅ്മിൻ മരണത്തിന്റെ ആ സമയത്തിങ്ങനെ അവസാന സമയത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോ ഗൗരവത്തോടെ ചിന്തിച്ചോ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും ഭയാനകമായ സന്ദർഭമാ പറയുന്നത്. ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ട ആ സന്ദർഭത്തെക്കുറിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്. മരണത്തിന്റെ സന്ദർഭം എത്തുമ്പോൾ ബുശ്ശിറ ബിറിദ്വാനില്ലാഹ്, അല്ലാഹുവിന്റെ രൂപത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ അവന്റെ മലക്കുകളിലൂടെ നമുക്കിങ്ങനെ സന്തോഷ വാർത്ത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളോട് പറയപ്പെടുന്നത്, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനും വജന്നത്തു നഈം. അല്ലാഹുവിനോട് അടുപ്പം കിട്ടിയിട്ടുള്ള ഫസ്റ്റ് റാങ്കിന്റെ നിലവാരത്തിലേക്ക് ഈമാനെത്തിയിട്ടുള്ള ആളുകൾ, അല്ലാഹുവേ നീ ഞങ്ങളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തണമേ. ആ നിലക്ക് റബ്ബിന്റെ കോടതിയിലേക്കുള്ള പുറപ്പാടിന്റെ ദിവസം മരണമിങ്ങനെ, അതേ നമ്മുടെ റൂഹിങ്ങനെ പിടിക്കാൻ മലക്കുകൾ ധൃതി കൂട്ടിക്കൊണ്ട് റൂഹ് പിടിക്കുന്ന നേരത്തതാ അല്ലാഹുവിന്റെ മലക്കുകളിലൂടെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത കിട്ടുകയാണ്. പേടിക്കണ്ട, ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. സുഖത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ആശ്വാസത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഈ വിവരമങ്ങ് കേൾക്കുമ്പോ മുഅ്മിനുകൾ ആ നേരത്ത് വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ്. അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹനെ എനിക്ക് വേഗം കണ്ടുമുട്ടണം. കാരണം എന്താ? അവന് കിട്ടാൻ പോകുന്ന സ്വർഗത്തിന്റെ കാഴ്ചകൾ അവനിങ്ങനെ മരണനേരത്ത് കാണാണ്. ആ സമയത്ത് മോമിനീങ്ങളൊക്കെ ആഗ്രഹിക്കും, എനിക്ക് പെട്ടെന്ന് പോണം, എനിക്ക് പെട്ടെന്ന് പോകണം, പെട്ടെന്ന് എത്തണം എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്നാഗ്രഹിക്കുമ്പോൾ അല്ലാഹു അസ്സ വജല്ല ലിഖാഇഹി യഹബ്ബ്, അല്ലാഹുക്ക് ഇവനെ കാണാനും തിരക്കായി, ഈ മുഅ്മിനിനെ കാണാനും അല്ലാഹുവിന് ഏറെ ഇഷ്ടമായി. അതേ അവസരത്തിൽ ധിക്കാരിയാണെങ്കിലോ,
കാഫിറാണെങ്കിലോ തെമ്മാടിയാണെങ്കിലോ ഫമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന الضالين فنزل من حميم وتصلية جحيم. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കാതുകൊടുക്കാതെ, റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മാനിക്കാതെ തന്തോന്നിയായി ജീവിച്ചിട്ടുള്ള തെമ്മാടികളായ ആളുകൾ, നിഷേധികളതാ മരണത്തിന്റെ വെപ്രാളത്തിൽ അവർ നിൽക്കുന്ന നേരത്ത് മലക്കുകൾ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്, എടോ നിനക്ക് നരകമാണ്, ചുട്ടുതിളക്കുന്ന അഗ്നിയാണ്, ചുട്ടുകരിക്കുന്ന തീയാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ അവിടെ കിടന്ന് വിലപിക്കുകയാണ്, എനിക്ക് പോകണ്ട, എനിക്ക് അല്ലാഹനെ കാണണ്ട, എനിക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ കൽപ്പില്ല എന്ന് പറഞ്ഞ് റബ്ബിനെ കാണാൻ അവന് വെറുപ്പ് തുടങ്ങുമ്പോ അള്ളയും അതാ വല്ലാഹു അസ്സ വജല്ല ലിലിഖാഇഹി യക്റഹു, റബ്ബും അവനെ കാണാൻ വെറുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എന്താണ്? അല്ലാഹനെ കാണണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന നമ്മൾ, അതിനുള്ള പുറപ്പാടിന്റെ ഒന്നാമത്തെ ദിവസം അതിന് തന്നെ നമുക്ക് അർഹത കിട്ടുമോ എന്ന മരണത്തിന്റെ വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മരണനേരത്ത് നമുക്ക് തിരിയും എന്റെ പോക്കെങ്ങോട്ടാണ്, എനിക്കെന്റെ റബ്ബിനെ കാണാൻ കഴിയുമോ എന്ന് മരണസമയത്ത് തന്നെ ഓരോരുത്തർക്കും മനസ്സിലാകും. കാരണം മുഅ്മിനാണെങ്കിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞവർ, അതിനനുസരിച്ച് ജീവിതത്തെ കൃത്യമായി ജീവിതത്തെ കൊണ്ട് നടന്ന മുഴുവൻ ആളുകളും, ആ വിശ്വാസികളായ ജനങ്ങളുടെ അവരുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന നേരത്ത് ആ മലക്കുകൾ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. പുറപ്പെട്ടോളൂ അല്ലാഹുവിന്റെ അടുക്കലേക്ക്. ഞങ്ങൾ മലക്കുകൾ, പേടിക്കണ്ട, നിങ്ങളുടെ മിത്രങ്ങളാണ്. ദുനിയാവിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ആഖിറത്തിലും നിങ്ങളുടെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഞങ്ങളും കൂടെയുണ്ടാകും. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നു. മാ തസ്തഹീ അൻഫുസുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും അവിടെ കിട്ടാൻ പോകുന്നു. വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. പരമകാരുണികനായ എല്ലാം പൊറുക്കുന്ന നാഥന്റെ വിരുന്ന് സൽക്കാരത്തിലേക്ക് പുറപ്പെട്ടോളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ സന്തോഷം കേട്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണം റഹ്മാനേ. ഈ പാതിരാവിൽ അല്ലാഹു നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹനെ കാണാനുള്ള പുറപ്പാടിന്റെ 1-ാം തീയതി, റബ്ബിനെ നോക്കിക്കാണാനുള്ള പുറപ്പാടിന്റെ 1-ാം തീയതി മുഅ്മിനീങ്ങൾക്ക് തിടുക്കമാണ്. അല്ലാഹുവിൽ വിശ്വസിച്ച മുവഹിദുകൾക്ക് വളരെ തിടുക്കമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഒന്നെത്താൻ എത്രയാണിനി താമസം എന്നവര് വല്ലാതെ കൊതിക്കുന്ന നേരം, അതേ അവസരത്തിൽ മറുവശത്ത് നോക്ക്, റബ്ബ് പറഞ്ഞതുപോലെ ജീവിച്ചില്ല, ഖുർആൻ എന്താണെന്ന് പഠിച്ചില്ല,
ഖുർആനിലെ ആശയങ്ങളെ ചെവി കൊടുത്തില്ല, അത് പഠിക്കാൻ വേണ്ടി വിളിക്കുന്ന വേദികളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ജീവിതത്തിന്റെ ആവശ്യമായ പലതും പഠിച്ചോ, പലതും മനഃപ്പാഠമാക്കി, പക്ഷേ ഖുർആനിനോട് മാത്രം അടുത്തില്ല, അതിന്റെ അർത്ഥം ഗ്രഹിച്ചില്ല, അതിന്റെ ആശയം ഗ്രഹിച്ചില്ല, അതിന്റെ പരമപ്രധാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആശയം അവൻ ചെവിക്കൊണ്ടില്ല. താന്തോന്നിയായി ജീവിച്ചോ, ധിക്കാരിയായി ജീവിച്ചോ, റബ്ബിനെ കണ്ടുമുട്ടണം എന്ന പേടി അവൻ ഉണ്ടായില്ല. അവന് വലുത് അവന്റെ മക്കളായിരുന്നു, അവന്റെ ഭാര്യയായിരുന്നു, അവന്റെ ഭർത്താവായിരുന്നു, അവന്റെ ബന്ധപ്പെട്ടവരായിരുന്നു, അവന്റെ കച്ചവടമായിരുന്നു, അവന്റെ ജോലിയായിരുന്നു, അവന്റെ നാട്ടുകാരായിരുന്നു, അവന്റെ സുഹൃൽ വലയമായിരുന്നു. അവന് റബ്ബിനെയല്ല പ്രാധാന്യം കൊടുത്തത്. ആ റബ്ബിന്റെ നിയമങ്ങളെക്കാൾ അവൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. അങ്ങനെയുള്ള നിഷേധികൾ, തെമ്മാടികളായ ആളുകൾ, അവര് മരിക്കുന്ന വേള മരണത്തിന്റെ മലക്കുകൾ അവരുടെ സമീപത്ത് വന്നുകൊണ്ട് അതേ അവരുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വേണ്ട വേണ്ട, എനിക്ക് പോകണ്ട, എനിക്ക് മരിക്കണ്ട, റബ്ബിന്റെ കാണണ്ട, റബ്ബിന്റെ കോടതിയിൽ എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനിങ്ങനെ പ്രയാസപ്പെട്ട് വിലപിക്കുമ്പോ ഇന്ന് വരെ നമ്മളാരും അത് കേട്ടിട്ടില്ലെങ്കിലും പടച്ച റബ്ബല്ലേ പറയുന്നത്. പ്രിയമുള്ളവരെ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. വലൗ തറാ, നബിയേ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു രംഗം തന്നെയാണ്. ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകൾ കാഫിറുകളുടെ റൂഹ് പിടിക്കുന്ന നേരം, മലക്കുകൾ കാഫിറുകളുടെ റൂഹ് പിടിക്കുന്ന നേരം നമ്മൾ ചിന്തിക്കണം. അത് അബൂജഹലിനെ കുറിച്ചാന്ന് പറഞ്ഞ് സമാധാനിക്കരുത്, അത് ഫിറഔനിനെ കുറിച്ചാന്ന് പറഞ്ഞ് സമാധാനിക്കരുത്. ഞാനും നിങ്ങളും ആ ലിസ്റ്റിൽ പെടുമോ എന്ന് ഭയപ്പെടേണ്ട കാലം. കുഫറിലാണോ റബ്ബേ ഞാൻ ജീവിക്കുന്നത്? ശിർക്കിലാണോ ഞാൻ ജീവിക്കുന്നത്? തെമ്മാടിത്തത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാതെയാണോ ഞാൻ ജീവിക്കുന്നത്? അതേ പരലോകത്തേക്കുള്ള ആ യാത്രയുടെ വേളയിൽ കാഫിറുകൾ മരിക്കുന്ന നേരത്ത് മലക്കുകൾ യദ്രിബൂന, അവരടിക്കുകയാണ്, ഉജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ പുറഭാഗങ്ങളിലുമൊക്കെ മലക്കുകൾ അടിക്കുന്നുണ്ട്. അട്ടഹസിച്ച് നിലവിളിക്കുന്ന നേരത്ത് മലക്കുകൾ അവനോടെന്താ പറയുന്നത്? വദൂഖൂ അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചോളൂ. ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, ഇതൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ ഫലമാണ്. വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ ലിൽഅബീദ്, അല്ലാഹ് അവന്റെ അടിമകളോട് അല്പം പോലും അനീതി കാണിക്കുന്നവനോ അക്രമം കാണിക്കുന്നവനോ അല്ല. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മരണത്തിന്റെ നേരത്ത് അല്ലാഹനെ കാണാനുള്ള പുറപ്പാടിന്റെ 1-ാം തീയതി കാഫിറുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്, തെമ്മാടികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. എനിക്ക് മരിക്കണ്ട, എനിക്ക് പോണ്ട, എവിടേക്കാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരണം നടന്നു കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആളുകളതാ മയ്യത്ത് കട്ടിലിൽ മയ്യത്തും വെച്ച് അവരുടെ ചുമലുകളിലായിക്കൊണ്ട് മഖ്ബറയിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സാലിഹായ മനുഷ്യന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ മയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, താമസിപ്പിക്കല്ല ജനങ്ങളെ, പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി ഖബറിലേക്ക്, എത്രയും വേഗം എന്നെ ഒന്ന് കൊണ്ടുപോകൂ, അമാന്തിക്കല്ലേ, തിരക്കായി പോയി എനിക്ക് എന്റെ റബ്ബിനേക്ക് ചെല്ലാൻ, തിരക്കായി പോയി എന്റെ നാഥനൊരുക്കിയിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് ഖദ്ദിമൂനി, പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ എന്റെ ഖബറിലേക്ക് എന്ന് മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്. അതേ അവസരത്തിൽ, അത് മുഅ്മിനിനാ പറയാൻ സാധിക്കുന്നത്. അതേ അവസരത്തിലോ കാഫിറായ മനുഷ്യനാണെങ്കിലോ തെമ്മാടിയായ മനുഷ്യനാണെങ്കിലോ
സാലിഹല്ലാത്ത മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ അവനവന്റെ മയ്യത്ത് വഹിച്ചു പോകുന്നവരോട് വിളിച്ചു പറയുന്നുണ്ട്, യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, എവിടുക്കാ എന്നെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകല്ല, എന്റെ നഷ്ടമേ, എന്റെ സങ്കടമേ, എവിടുക്കാ എന്നെ കൊണ്ടുപോകുന്നത്? വേണ്ട വേണ്ട, എന്നെ കൊണ്ടുപോകല്ലേ എന്നിങ്ങനെ ആർത്തട്ടഹസിക്കുകയാണ്. നമുക്കൊരു സംശയമുണ്ടാകും, എത്ര ജനാസയുടെ പിന്നാലെ നമ്മളൊക്കെ പോയിട്ടുണ്ട്, ഇന്ന് വരെ രണ്ടാലൊരു രൂപത്തിലുള്ള അട്ടഹാസം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് സംശയിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞ ഉടനെ സഹീഹായ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ. ആ അട്ടഹാസത്തിന്റെ ശബ്ദം മനുഷ്യരല്ലാത്ത എല്ലാം കേൾക്കുന്നതാണ്. മനുഷ്യനെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ വലൗ സമിഅൽ ഇൻസാനു ലസഇഖ, മനുഷ്യനെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ അവൻ അപ്പോൾ തന്നെ ബോധരഹിതനായി നിലംപതിക്കുമായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ജനാസ വിളിച്ചു പറയണ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി. മൂമിനാണെങ്കിൽ, കാഫിറും ഫാസിക്കും തമ്മാടിയൊക്കെ ആണെങ്കിൽ പറയും, എവിടുക്കാ എന്നെ കൊണ്ടുപോകുന്നത്? എവിടുക്കാ ജനങ്ങളെ എന്നെ കൊണ്ടുപോകുന്നത്? എവിടുക്കാ എന്നെ കൊണ്ടുപോകുന്നത്? വയ്യാ, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യം വിളിച്ച് അവന്റെ നാശം ഇങ്ങനെ അട്ടഹസിക്കുന്ന അട്ടഹാസം മനുഷ്യരല്ലാത്തവരൊക്കെ കേൾക്കുന്നുണ്ട്. ജനങ്ങളെ, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അവനങ്ങ് വീണുപോകും. അത്ര ഗൗരവമായ അട്ടഹാസമാണ് ഈ മയ്യത്ത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ കാണാനുള്ള നമ്മുടെ ആശ, അള്ളാഹിനെ കാണാനുള്ള നമ്മുടെ മോഹം, അത് പൂവണിയണമെങ്കിൽ നമ്മുടെ പുറപ്പാടിന്റെ 1-ാം തീയതി നന്നാവണം. നമുക്ക് നല്ലവരായി മരിക്കാൻ കഴിയണം, ഈമാനോടെ മരിക്കാൻ കഴിയണം. എല്ലാ സ്ത്രീ പുരുഷന്മാരോടും എന്നോടെന്ന പോലെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മരണം നന്നായോ എങ്കിൽ നമുക്ക് അള്ളാഹിനെ കണ്ണിറയെ കാണാം. അതല്ല, മരണം മോശമായോ എങ്കിൽ അള്ളാഹുവിനെ കാണാൻ നമുക്ക് സൗഭാഗ്യമില്ല പ്രിയമുള്ളവരെ. അള്ളാഹിനെ കാണാൻ നമുക്ക് വെറുപ്പാകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് റബ്ബിനെ കാണാൻ സന്തോഷത്തോടെ അവനെ കാണണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാലും പോരാ. റബ്ബിനെ കാണാനുള്ള ആശ കൊണ്ട് നടന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതിനുള്ള വഴികൾ തേടണം. അതിന്റെ മുമ്പിൽ തടസ്സമായി വരുന്ന തടസ്സങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെയ്യാറുള്ളത്? അകലങ്ങളിൽ കഴിയുന്ന മക്കളെ കാണാൻ മോഹം വരുമ്പോ പ്രവാസികളെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഉടനെ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് ശരിയാക്കും, അതിന്റെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കും. കാരണം എന്റെ പ്രിയപ്പെട്ട മോനെ ഒന്ന് കാണണം, എന്റെ മോളെ ഒന്ന് കാണണം, എന്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് കാണണം, എന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണണം, മക്കളെ കാണണം, ഉമ്മാനെ കാണണം. അങ്ങനെ പലരെയും കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരിക്കാറില്ലല്ലോ പതിവുള്ളത്. അതിനുവേണ്ട മാർഗങ്ങൾ തേടുന്നു. അതിന്റെ മുമ്പിൽ തടസ്സമായി വരാറുള്ള എല്ലാ തടസ്സങ്ങളെയും ഏത് വില കൊടുത്തും നമ്മൾ നീക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കറകളഞ്ഞ തൗഹീദിന്റെ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹ് നിർബന്ധമാക്കിയതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അള്ളാഹ് നിഷിദ്ധമാക്കിയതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം. അങ്ങനെ റബ്ബിലേക്ക് ഒരു ചാണ് നമ്മൾ അടുക്കാൻ തയ്യാറായാൽ അള്ളാഹ് നമ്മളിലേക്ക് ഒരു മുഴം ഇങ്ങോട്ടടുത്ത് വരികയാണ്. അവനിലേക്ക് ഒരു മുഴം നമ്മൾ അടുത്താൽ അവൻ നമ്മോട് അതിനേക്കാളും അപ്പുറം സ്പീഡിലാണ് അടുക്കുന്നത്. ആരെങ്കിലും എന്നിലേക്ക് നടന്നടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. അല്ലാഹ് പറയുന്നത്, അള്ളാഹിനോട് അടുക്കാനുള്ള മാർഗം തേടിയാൽ പടച്ചോന് വലിയ ഇഷ്ടമാണ്. റബ്ബിനോട് എത്ര കണ്ട് ഇഷ്ടം വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് അള്ളാഹിനെ കാണാനുള്ള മോഹവും വർദ്ധിക്കും. സഹോദരന്മാരെ, ആദ്യമതാ വേണ്ടത് മെഹബൂബ്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണണമെങ്കിൽ ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മെഹബൂബിനെ കാണാനുള്ള ആഗ്രഹം, ആ മെഹബൂബിനോടുള്ള ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്രത്തോളം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹിനെ കാണാനുള്ള ആശയും വർദ്ധിക്കുകയാണ്. ഇഷ്ടം വർദ്ധിക്കണമെങ്കിൽ ആരാണ് റബ്ബെന്നറിയണം. ഒരാളെക്കുറിച്ച്
അറിഞ്ഞാലല്ലേ അയാളെ ഇഷ്ടപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാ സഹോദരന്മാരെ, നീ അറിയണം, റബ്ബിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശരിക്ക് മനസ്സിലാക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്റെ റബ്ബാരാണെന്ന് നീ പഠിക്കണം. റഹ്മാനാണവൻ, ഏറ്റവും കാരുണ്യമുള്ള റബ്ബാണ്, ഏറ്റവും നമ്മെ സ്നേഹിക്കുന്ന വദൂദായ റബ്ബാണ്. നമ്മെക്കുറിച്ച് ആരും പരിചയപ്പെടുത്താതെ തന്നെ എല്ലാം അറിയുന്ന അലീമായ റബ്ബാണ്. നമ്മുടെ എല്ലാം കേൾക്കുന്ന സമീയായ റബ്ബാണ്. നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ പോലും അറിയാതെ തന്നെ നമ്മൾ അറിയുന്നതിന്റെ മുമ്പേ അറിഞ്ഞവനാണ് റബ്ബുൽ ആലമീൻ. അവൻ നമുക്ക് ചെയ്തു തന്ന റഹ്മത്തിന് അറ്റമുണ്ടോ? അവൻ നമുക്ക് ചെയ്തു തന്ന കാരുണ്യത്തിന് അറ്റമുണ്ടോ? ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്രത്തോളം ആ റബ്ബിനോട് കടമപ്പെട്ടവരാണ്. ആ റബ്ബിനോട് എത്രത്തോളം പ്രിയമുള്ളവരെ നമ്മൾ കടമപ്പെട്ടവരാണ്. ആ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള റഹ്മത്തിന്റെ ആഴം, അതിന്റെ വിശാലത ആർക്കാണ് എണ്ണിക്കണക്കാൻ സാധിക്കുക? ഓ പ്രിയമുള്ളവരെ, അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, കിഡ്നിക്ക് രോഗം ബാധിച്ച ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിലായി പോയി, വർക്ക് ചെയ്യുന്നില്ല. മനുഷ്യരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കിഡ്നി അത് കേടുവന്നു. അദ്ദേഹത്തിന് അത് മാറ്റണം. ഡോക്ടർ പറഞ്ഞു മാറ്റാതെ നിവൃത്തിയില്ല, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതല്ലാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനാവില്ലെന്ന് പറഞ്ഞപ്പോ ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, കിഡ്നി കൊടുക്കാൻ ഞാൻ റെഡിയാണ്, എന്റെ കിഡ്നിയിൽ ഒരു കിഡ്നി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഫ്രീ ആയി ഭാര്യതാ കിഡ്നി കൊടുക്കുകയാണ്. പക്ഷേ അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. അതൊന്ന് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ 20 ലക്ഷമാണ് ഡോക്ടർ പറയുന്നത്. ഫ്രീ ആയിട്ട് കിട്ടിയ കിഡ്നി അതൊന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തണമെങ്കിൽ അതിനുള്ള വെറും ചെലവാ പറയുന്നത് 20 ലക്ഷം. അപ്പൊ കിഡ്നിയുടെ വില എത്രയാണ്? ആർക്കാ കണക്കാക്കാൻ സാധിക്കുക? അതൊന്ന് മാറ്റിവെക്കാനുള്ള ചെലവായി പറയുന്നത്. ഇന്ന് വരെ നമ്മളതാ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ആരെങ്കിലും നമ്മിൽ നിന്ന് ഫീസ് ചോദിച്ചിട്ടുണ്ടോ? എത്രയോ രോഗികൾ ഓരോ ദിവസവും അതാ 1, 2, 3 ഒക്കെ ഓക്സിജൻ സിലിണ്ടറുകളില്ലാതെ ജീവിക്കാൻ കഴിയാതെ, ഓക്സിജൻ വായു ശ്വസിക്കാൻ അവർക്ക് സാധ്യമല്ലാതെ അവര് ജീവിക്കുമ്പോൾ ജനിച്ചു വീണ നാള് തൊട്ട് ഇന്ന് വരെ ഓക്സിജൻ ശ്വസിക്കുന്നതിനൊരാൾ ബില്ല് ചോദിച്ചിട്ടില്ല. ശരീരത്തിലൂടെ ബ്ലഡ് ഇങ്ങനെ എരച്ചു കയറുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ അവയവങ്ങൾ, നമ്മുടെ കണ്ണിന് വിലയിടാൻ കഴിയുമോ? കാതിന് വിലയിടാൻ കഴിയുമോ? ഒരു വിരൽ തുമ്പിന് വിലയിടാൻ കഴിയുമോ? ഒന്ന് കാലിനൊരു അപകടം സംഭവിച്ചാൽ ഒന്ന് മാറ്റിവെക്കാൻ കഴിയുമോ? മനുഷ്യന്റെ ബോഡിക്കൊന്ന് വിലയിട്ടാൽ എത്ര കോടിയിൽ ചെന്നാണ് അവസാനിക്കുക? എന്റെ പ്രിയമുള്ളവരെ, അത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന കാരുണ്യവാനായ റബ്ബ്, വേണ്ടതെല്ലാം വേണ്ടത്ര അളവിൽ നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബല്ലേ നമ്മോട് പറയുന്നത്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തയ്യാറായാൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കില്ല ജനങ്ങളെ. അങ്ങനെ എണ്ണമറ്റ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ആ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെങ്കിൽ, ആ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ, അതൊക്കെ തന്ന അതൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിച്ച റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. എന്താണ് അവൻ ആവശ്യപ്പെട്ടത്? വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അവനെയല്ലാതെ ആരാധിക്കരുത്. കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെങ്കിൽ അവൻ നമ്മോട് ആവശ്യപ്പെട്ട കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. അതിന് കഴിയണമെങ്കിൽ അള്ളയാരാണെന്നറിയണം, അള്ളാന്റെ കുദറത്തറിയണം, അവന്റെ കഴിവറിയണം. അവനെപ്പോലെ കേൾക്കുന്നവരില്ല, അവനെപ്പോലെ കാണുന്നവരില്ല, അവനെപ്പോലെ കഴിവുള്ളവരില്ല. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ഒരൊറ്റ ശക്തിയേ നമുക്കുള്ളൂ. എവിടെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ശക്തിയേ ഉള്ളൂ.
എല്ലാത്തിനും കഴിവുള്ള ഒരു ശക്തിയേയുള്ളൂ. സമീഉം ബസീറും അലീമും ഖദീറുമായ റബ്ബ്, റഊഫായ റബ്ബ്, വദൂദായ റബ്ബ്, റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ്. ഈ ഗുണവിശേഷണങ്ങളിലൂടെയൊക്കെ നീ നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയാൽ അല്ലാഹനെ കാണാനുള്ള ഇഷ്ടം വർദ്ധിക്കുന്നു. കാരണം മുഅ്മിനീങ്ങൾ എത്രയും അവരുടെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് അല്ലാഹനോടുള്ള ഇഷ്ടം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹനോടായിരിക്കും ഏറ്റവും സ്നേഹം. മറ്റുള്ള ആരോടുള്ളതിനേക്കാളും ഏറ്റവും സ്നേഹം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹനോടായിരിക്കും. എന്താ കാരണം? അവർ അല്ലാഹനെ പഠിച്ചു, അവർ അല്ലാഹനെ അറിഞ്ഞു. അതേ അവസരത്തിൽ കാഫിറുകൾക്ക് അല്ലാഹനെ കാണണമെന്ന് മോഹമില്ല, അവർക്ക് അല്ലാഹനെ കുറിച്ച് ചിന്തയില്ല. എന്താ കാരണം? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അല്ലാഹനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞിട്ടില്ല, അവർക്ക് അല്ലാഹന്റെ ഗാംഭീര്യം അറിഞ്ഞിട്ടില്ല, അവർക്ക് റബ്ബിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ. എന്തേ ജനങ്ങളെ അല്ലാഹ്ക്ക് നിങ്ങളൊരു ഗാംഭീര്യം കൽപ്പിക്കാത്തത്? നിങ്ങൾക്കെല്ലാം നൽകിയത് അവനല്ലേ, എന്നിട്ടും എന്തേ അവന്റെ കലാമ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? എന്തേ അവന്റെ കൽപ്പനയെ നിങ്ങൾ ധിക്കരിക്കുന്നത്? എന്തേ ആളുകൾ കാണുന്നതല്ലേ പലപ്പോഴും നിങ്ങൾക്ക് പേടി? നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹനെ നിങ്ങൾക്ക് പേടിയില്ല അല്ലേ? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. ഓ മനുഷ്യ, നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യം എന്താണ്? നിന്റെ റബ്ബിനെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാതെ പോയത്? ആ റബ്ബിനെ വിട്ട് നീ എന്തേ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ആ റബ്ബിനെ വിട്ട് നീ എന്തേ മറ്റുള്ളവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്? ആ റബ്ബിനെ വിട്ട് നീ എന്തേ മറ്റുള്ളവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്? ആ റബ്ബിനെ വിട്ട് നീ എന്തേ മറ്റുള്ളവരുടെ കാൽക്കൽ പോയി നമിക്കുന്നത്? നിന്നെ സൃഷ്ടിച്ചവനായ നാഥനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് തിരിയാൻ മാത്രം നിന്നെ വഞ്ചിച്ച കാര്യം എന്താണ് മനുഷ്യ എന്ന് റബ്ബുൽ ആലമീൻ ചോദിക്കുന്ന ചോദ്യം അത് മുഴുവൻ മനുഷ്യരോടുമാണ്. അതുകൊണ്ട് അള്ളാഹനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവന് അള്ളാഹനെ കാണാൻ മോഹമില്ല, അള്ളാഹിന്റെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹമില്ല. അവർക്ക് എന്തേ വേണ്ടു? ദുനിയാവിലെ സുഖം വേണം, ദുനിയാവിലെ സൗകര്യങ്ങൾ വേണം, ഇവിടെയുള്ള ഭൗതിക ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളും അവർക്ക് വേണം. അതാണല്ലോ അവരെ കുറിച്ച് പറഞ്ഞത്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നൂ ബിഹാ والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. നിശ്ചയമായും നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ലാത്തവർ, അള്ളാഹനെ കാണണമെന്ന് മോഹമില്ലാത്തവർ, കാഫിറുകള്, അവരുടെ സ്വഭാവം എന്തായിരിക്കും? അവർക്ക് റബ്ബിനെ വേണ്ട, അവർക്ക് അള്ളാഹനെ കാണണമെന്ന ചിന്തയില്ല. ആ ചിന്തയില്ലാത്തപ്പോഴൊക്കെ അവരുടെ സ്വഭാവം എന്താണ്? അതുകൊണ്ട് തന്നെ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോക ജീവിതം കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് എല്ലാം എന്നാ വിചാരിക്കുന്നത്. ഇവിടെയാണെല്ലാം. എനിക്ക് ഖുർആനും കേൾക്കണ്ട, എനിക്ക് ഹദീസും കേൾക്കണ്ട, എനിക്ക് എന്നോട് മരണത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കും വേണ്ട, എന്നോട് സ്വർഗവും പറയേണ്ട, എന്നോട് നരകവും പറയേണ്ട, എന്നോട് ഖബറും പറയേണ്ട, ഒരു കാര്യവും എന്നോട് പറയേണ്ട. കാരണം എന്താ? വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതം കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വത്മഅന്നൂ ബിഹാ, അതിൽ അവരുടെ മനസ്സുകൾ വളരെ ശാന്തി കണ്ടെത്തിയിരിക്കുന്നു, അതിൽ അവർ അടക്കം വന്നിരിക്കുന്നു. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കൂല, അതിലേക്ക് കാതുകൊടുക്കൂല, അതിലേക്ക് അവരുടെ മനസ്സ് അവരൊരിക്കലും തിരിക്കുകയില്ല. ഉലൈക മഅവാഹുമുൻ നാർ, അവർക്കുള്ള സങ്കേതം നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവര് സമ്പാദിച്ചത് കാരണത്താൽ. അതുകൊണ്ട് നമ്മൾ ഏതിലാ പെടേണ്ടത്? കാഫിറുകളിൽ പെടണോ, ഫാസിക്കുകളിൽ പെടണോ, മുഅ്മിനീങ്ങളിൽ പെടണോ? എവിടെയാ നമ്മളുള്ളത്? ആരോടും ചോദിക്കണ്ട, സ്വന്തത്തോട് ചോദിക്ക്. എനിക്കെന്റെ റബ്ബിനെ കാണാൻ മോഹമുണ്ടോ? എനിക്കെന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന് ആശയുണ്ടോ?
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് ആ ആളെ പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് മനുഷ്യന്റെ മോഹമുണ്ടാവുക. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹിന്റെ അരികിൽ ഒരു സഹാബി വന്നുകൊണ്ട് പറയാണ്, അള്ളാന്റെ റസൂലേ, എന്നേക്കാൾ ഞാൻ നിങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ സഹാബിയുടെ സങ്കടം നിങ്ങൾ കേൾക്കണം. റസൂലുള്ളാഹിനോട് വന്നിട്ട് ആ സഹാബി പറയുന്നത്, അള്ളാന്റെ റസൂലേ, എനിക്ക് എന്നേക്കാൾ നിങ്ങളോടാണ് ഇഷ്ടം. എന്റെ കുടുംബത്തെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ എല്ലാവരെക്കാളും എനിക്ക് അങ്ങയോടാണ് ഇഷ്ടം നബിയേ. എനിക്കൊരു സങ്കടം അങ്ങയോട് പറയാനുണ്ട്. ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഇടക്കിടക്ക് എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഓർമ്മ വരും. നിങ്ങളെ ഇങ്ങനെ ഓർക്കുമ്പോ ഫമാ അസ്ബിറു ഹത്താ ആതീക്, നിങ്ങളുടെ അടുത്ത് വരാതെ എനിക്ക് ക്ഷമ കിട്ടൂല. അങ്ങനെ വന്നിട്ട് നിങ്ങളെ എനിക്ക് കണ്ടില്ലെങ്കിൽ സമാധാനമില്ല. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോ ഇടക്കിടക്ക് നബിയേ നിങ്ങളെ ഒന്ന് കണ്ണിറയെ കാണണം എന്ന മോഹമുണ്ടാകുമ്പോ ഞാൻ ഓടിപ്പാഞ്ഞ് നിങ്ങളുള്ള സന്നിധിയിലേക്ക്, നിങ്ങളുടെ മജ്‌ലിസിലേക്ക് ഞാൻ ഓടി വരാറുണ്ട്. പക്ഷേ എന്റെ സങ്കടം നിങ്ങൾ കേൾക്കണം നബിയേ. അങ്ങനെ ഇരിക്കെ ഞാനിതാ ഓർത്തുപോയി, ഞാൻ മരിച്ചാൽ അങ്ങയും മരണപ്പെട്ടാൽ എനിക്കൊരു സങ്കടമുള്ളത്. അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന റുഫിഅത മഅൻ നബിയ്യീൻ. ഓ നബിയേ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ അമ്പിയാക്കളുടെ കൂടെ, മഹാന്മാരുടെ കൂടെ, വലിയ വലിയ നേതാക്കളുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ സ്ഥാനം. സാധുവായ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഖശീതു അല്ലാ അറാക്, നിങ്ങളെ വന്ന് കാണാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ സ്വർഗത്തിൽ കടന്ന അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് നിങ്ങളെ കാണാൻ പൂതി വരുമ്പോ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ നബിമാരുടെ കൂടെ അത്യുന്നതമായ സ്വർഗങ്ങളിലായിരിക്കും, ഞാനോ അതിന്റെ ഏറ്റവും താഴെയുള്ള ഘട്ടത്തിലായിരിക്കും. എനിക്ക് നിങ്ങളെ കാണാൻ എന്താ? എനിക്ക് പൂതി വരുമ്പോ നിങ്ങളെ ഒന്ന് കാണാൻ എന്താ? എനിക്ക് മാർഗം എന്തായിരിക്കും നബിയെ, പ്രവാചകരെ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. എന്താ മറുപടി പറയേണ്ടെന്നറിയാതെ അവിടുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തും കൊണ്ടിറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതിക്കൊളിപ്പിച്ചു കൊടുക്കുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോ, ആര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനകൾ മാനിച്ചു ജീവിച്ചോ, എങ്കിൽ അത്തരക്കാരൊക്കെ അല്ലാഹ് അനുഗ്രഹിച്ച നബിമാരുടെ കൂടെ, അല്ലാഹ് അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖാ, സ്വർഗത്തിൽ ഇവരുടെ കൂടെ കഴിയുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. എത്ര നല്ല കൂട്ടുകാരെയാണ് നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്നത്. നബിമാരുടെ കൂടെ സ്വർഗം പങ്കുവെക്കാൻ തൗഫീഖ് തരണേ റഹ്മാനേ. ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, അവരൊക്കെ കാണാനും അവരുടെ മജ്‌ലിസിൽ പോയി ഇരിക്കാനും അവരുടെ കൂടെ വേദി പങ്കിടാനും സ്വർഗത്തിൽ അല്ലാഹ് തൗഫീഖ് തരുന്നു. എന്താണ് റബ്ബിന്റെ കണ്ടീഷൻ? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ, റസൂലുള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ, അവർക്ക് അതേ മഹാന്മാരുടെ കൂടെയാണ് സ്വർഗത്തിൽ സ്ഥാനം. അതിന്റെയും പുറമെ ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവർ. ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. ലില്ലദീന അഹ്സനു, ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവർക്കുണ്ട് അൽ ഹുസ്നാ, ഏറ്റവും മെച്ചപ്പെട്ട സ്വർഗമുണ്ട്. ഏറ്റവും നന്നായി അമൽ ചെയ്തവർക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള സ്വർഗം അല്ലാഹ് അവിടെ കൊടുക്കും. അതിന്റെ പുറമേ വസിയാദ, വർദ്ധനവും കൊടുക്കും. എന്താണ് സിയാദത്ത്?
സ്വർഗവും കിട്ടും, അതിന്റെ കൂടെ വർധനവും കിട്ടും എന്ന് പറഞ്ഞപ്പോ മഹാന്മാരതിനെ വിശദീകരിച്ചു. അന്നളറു ഇലാ വജ്ഹില്ലാ, അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം. സ്വർഗത്തിൽ കയറിയാലും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അല്ലാഹനെ കാണുക. അല്ലാഹനെ കാണാൻ കഴിയും. അതാർക്കാണ്? ഇഹ്സാൻ അവരുടെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നവർക്ക്, ഇഹ്സാൻ അവരുടെ ജീവിതത്തിലുള്ളവർക്ക്. എന്താണ് ഇഹ്സാൻ? ഒരു പ്രവൃത്തി എങ്ങനെ ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് ചെയ്യും? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. നമുക്കങ്ങനെ കഴിയാറുണ്ടോ? അല്ലാഹനെ നമ്മൾ കാണും പോലെ, ഞാൻ ഇപ്പൊ അല്ലാഹനെ അങ്ങനെ നോക്കുകയാണ് എന്നതുപോലെ നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ അല്ലാഹനെ കാണുന്നത് പോലെ നീ ചെയ്യണം. നിനക്ക് അവനെ അങ്ങോട്ട് കാണാൻ കഴിയില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ സാങ്കല്പികമായി നീ ഇപ്പൊ ഈ ഭൂമിയിൽ വെച്ച് അല്ലാഹനെ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് ആര് വിചാരിച്ച് റബ്ബന്റെ കൺമുമ്പിലുണ്ടെന്ന് സങ്കല്പിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കാണ് റബ്ബിനെ നാളെ പരലോകത്ത് യഥാർത്ഥത്തിൽ കാണാനുള്ള തൗഫീക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ സങ്കല്പിക്കാണ്, അള്ളണ്ട് എന്റെ മുമ്പിൽ, അള്ളാനെ ഞാൻ കാണുന്നുണ്ട് എന്ന നിലക്ക് ഇബാദത്തുകൾ അവന് വേണ്ടി മാത്രം ഇഖ്ലാസോടെ ചെയ്തവർക്കാണ് റബ്ബിനെ കാണാനുള്ള തൗഫീക്ക് ലഭിക്കുന്നത്. അതാണ് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളോട് അല്ലാഹ് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എല്ലാം വേണ്ടതൊക്കെ തന്നില്ലയോ? ഇനി വല്ലതും വേണോ? അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. പടച്ച റബ്ബ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, തുരീദൂന ശൈഅൻ നസീദുക്കും, നിങ്ങൾക്കിനി വല്ലതും അധികം വേണോ എന്ന് പറയുമ്പോ മുഅ്മിനീങ്ങൾ തിരിച്ചു പറയും റബ്ബിനോട്, റബ്ബേ, ഞങ്ങളുടെ മുഖത്തെ നീ പ്രകാശിപ്പിച്ചല്ലോ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചല്ലോ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, അതിലപ്പുറം ഇനി എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഇനി അപ്പുറം നീ തരാൻ ഉദ്ദേശിക്കുന്നത്? ആ അവസരത്തിൽ മുഅ്മിനീങ്ങൾക്കും അവർക്കുമിടയിലുള്ള മറയങ്ങ് നീക്കപ്പെടുമ്പോ അവർ അല്ലാഹനെ കാണുകയാണ്, അല്ലാഹുവിലേക്ക് എങ്ങനെയാണ് നോക്കുകയാണ്. ആ രംഗത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ ഉൽതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അതുവരെ സ്വർഗത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും ഒന്നുമല്ലെന്നവർക്ക് തോന്നിപ്പോകും. ഇതങ്ങ് കാണുമ്പോ, അല്ലാഹനെ അങ്ങ് കാണുന്ന നിമിഷം അവർക്ക് ഇതുവരെ കിട്ടിയതൊക്കെ നിസ്സാരമായി തോന്നുകയാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെക്കാളും അവർക്ക് ഏറ്റവും ഇഷ്ടവും ആനന്ദവും തോന്നുന്നത് റബ്ബിലേക്കുള്ള ഒരു നോട്ടമങ്ങ് നോക്കുമ്പോഴാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, ഇതിനുള്ള സൗഭാഗ്യം നമുക്ക് സിദ്ധിക്കണമെങ്കിൽ നാം ചിന്തിക്കണം, എനിക്ക് പോയി നിൽക്കേണ്ടുന്ന കോടതി, എനിക്കെന്റെ റബ്ബിന്റെ കോടതിയിലാണ് പോയി നിൽക്കേണ്ടത്. എന്റെ സ്വകാര്യങ്ങൾ മുഴുവനും അറിയുന്ന റബ്ബിനെയാണ് എനിക്ക് കാണേണ്ടത്. അത് വല്ലാത്തൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു സ്വകാര്യം അറിയാവുന്ന വ്യക്തിയെപ്പോലും നമുക്ക് പേടിയാണ്. ഏതെങ്കിലും ഒരു സ്വകാര്യ നിമിഷത്തെ സംബന്ധിച്ച് അയാൾ പുറത്തു പറഞ്ഞേക്കുമോ, അയാൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തേക്കുമോ എന്ന് ഭയപ്പെടാത്ത ആരാണ് ലോകത്തുള്ളത്? എങ്കിൽ ഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ, എല്ലാ രഹസ്യപരസ്യങ്ങളും അറിയാവുന്ന റബ്ബിന്റെ കോടതിയിലാ പോയി നിൽക്കേണ്ടത്. ഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചതിന്റെയൊക്കെ പേരിൽ യുഹാസിബുകും ബിഹില്ലാഹ്, അല്ലാഹ് നിങ്ങളെ അതിന്റെ പേരിൽ വിചാരണ ചെയ്യും. ജനങ്ങളെ, ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ, നമ്മുടെയൊക്കെ ഹൃദയം ലോകത്തൊരാൾക്കും അറിയൂല, ആർക്കും അറിയൂല. പക്ഷേ എല്ലാ സ്വകാര്യങ്ങളും അറിയാവുന്ന കോടതിയിലാ പോവേണ്ടത്. എല്ലാം അറിയുന്നവന്റെ മുമ്പിലാ പോയി നിൽക്കേണ്ടത്. അവനെയാണ് നമുക്ക് കാണേണ്ടത്, അവനെയാണ് നമുക്ക് കണ്ടുമുട്ടേണ്ടത്.
ഒരു രഹസ്യങ്ങളും അവന്റെ മുമ്പിൽ രഹസ്യമല്ല. യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളും അതാ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്ത് വേണം? കൽബറിയുന്ന റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ കൽബ് നന്നായാലല്ലാതെ അവനെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തന്റെ റബ്ബിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, നല്ല നല്ല അമലുകൾ അവൻ ചെയ്യട്ടെ. ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ അവൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് റബ്ബിന് വേണ്ടി മാത്രം ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ആയത് റബ്ബിന് വേണ്ട. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവനെ ആരാധിക്കുന്നതിൽ ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരുന്നു കൊള്ളട്ടെ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒരു കാര്യം പറഞ്ഞത് എന്റെ ശ്രോതാക്കളുടെ ഒക്കെ മനസ്സിൽ വേണം. അദ്ദേഹം പറയാണ്, വഹാദാനി റുക്നാ അൽ അമലിൽ മുതഖബ്ബൽ, അള്ളാന്റെ അടുക്കൽ ഒരു അമല് സ്വീകരിക്കപ്പെടാനുള്ള നിർബന്ധമായ 2 നിബന്ധനകളും ഈ ആയത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. അതെന്താണ്? ഒന്നാമത്തത് ലാ ബുദ്ദ അൻ യകൂന ഖാലിസൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത പണിക്കല്ലാതെ അല്ലാഹ് പ്രതിഫലം തരൂല. സവാബൻ അലാ ശരീഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായ ശരീഅത്തിനോട് യോജിച്ച നിലക്ക് പ്രവർത്തിച്ചതല്ലാത്ത ഒരു പ്രവർത്തനവും അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ടാണ് എത്ര ഇഖ്ലാസോടെ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു അമലാണെങ്കിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത, നമ്മുടെ നിർദ്ദേശമില്ലാത്ത ഒരു അമൽ ആരെങ്കിലും എന്തിന്റെ പേരിൽ ചെയ്താലും അത് തള്ളപ്പെടുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നിബന്ധന എന്താണ്? ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യണം. ഇവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, اللهم اجعل اعمالي كلها خالصة لوجهك الكريم. റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹ് ഞാൻ ചെയ്യുന്ന അമലുകൾ മുഴുവനും നിനക്ക് വേണ്ടി ആത്മാർത്ഥമാക്കി തീർക്കണേ അല്ലാഹ്. അതുകൊണ്ടല്ലേ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. റബ്ബിന് വേണ്ടിയാണോ നിസ്കാരം? റബ്ബിന് വേണ്ടിയാണോ എന്റെ പ്രവർത്തനം? റബ്ബിന് വേണ്ടിയാണോ എന്റെ ജീവിതം? റബ്ബിന്റെ തൃപ്തിയാണോ ഞാൻ മോഹിക്കുന്നത്? അതോ ഞാൻ പ്രസിദ്ധിയാണോ ആഗ്രഹിക്കുന്നത്? അതോ സൽപേരാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? അതോ ആളുകൾക്കിടയിലുള്ള കീർത്തിയും പ്രസിദ്ധിയുമാണോ എന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്? ആളുകളെ കാണിക്കാനാണോ ഞാൻ നിസ്കരിക്കുന്നത്? ആളുകളെ കാണിക്കാനാണോ ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? വളരെ ഭയത്തോടുകൂടെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വലിയ ഭയത്തോടെ റബ്ബിന്റെ മുമ്പിൽ അവൻ തേടേണ്ടുന്ന തേട്ടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ചെറിയ തോതിലുള്ള ശിർക്ക്. വലിയ ശിർക്ക് അത് വളരെ ഗൗരവം. ചെറിയ ശിർക്ക് പോലും ഞാൻ ഭയപ്പെടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അരിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ, ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, ആളുകളിൽ നിന്ന് കയ്യടി കിട്ടാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആളുകളിൽ നിന്ന് നല്ല പേര് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ പ്രീതിയും മറ്റുള്ളവരിൽ നിന്നുള്ള പേരും ആ നിലക്കുള്ള പ്രസിദ്ധിയുമൊക്കെ ആഗ്രഹിച്ചവരോട് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹ് പറയും, ഇദ്ഹബൂ, പൊയ്ക്കോ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ, ഭൗതികമായ ലോകത്ത് വെച്ച് ആരുടെയൊക്കെ പ്രീതി മോഹിച്ച്, ആരുടെയൊക്കെ ഇഷ്ടം നേടാൻ, ആരൊക്കെ കാണാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ അമൽ ചെയ്തതെങ്കിൽ കൂലിയും അവർ തരും. അങ്ങോട്ട് പൊയ്ക്കോ, എന്റെ അടുക്കൽ നിങ്ങൾക്കില്ല. ഫൻദുറൂ, എന്നിട്ട് പോയിട്ടൊന്ന് നോക്ക്, ഹൽ തജിദൂന ഇൻദഹും ജസാ, നിങ്ങൾക്ക് വല്ല പ്രതിഫലവും അവിടെ കിട്ടാനുണ്ടെങ്കിൽ പോയി വാങ്ങിക്കോ.
അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതല്ലാത്തതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. എനിക്ക് വേണ്ടി ചെയ്തതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ നിനക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് വേണ്ടാനാ അള്ളാഹു തആല പറയുന്നത്. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർകഹു. അള്ളാഹു തആല പഠിപ്പിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ അശ്റക ഫീഹി മഈ ഗൈരി, അവൻ എന്റെ പ്രീതിയല്ല ഉദ്ദേശിച്ചത്, അവൻ എന്റെ അടുക്കൽ നിന്നുള്ള തൃപ്തിയല്ല ആഗ്രഹിച്ചത്, അവൻ മറ്റുള്ളവരിൽ നിന്ന് വല്ലതും മോഹിച്ചിട്ടാണ് വല്ല പ്രവൃത്തിയും ചെയ്തതെങ്കിൽ തറക്തുഹു, ഞാനിതാ അവനെ ഒഴിവാക്കിയിരിക്കുന്നു, വശിർകഹു, അവന്റെ ശിർക്കും എനിക്ക് വേണ്ട, അവനെയും എനിക്ക് വേണ്ട, അവന്റെ അമലും എനിക്ക് വേണ്ട. അതുകൊണ്ട് നല്ല കറകളഞ്ഞ ഇഖ്ലാസ്, റബ്ബിനെ കാണാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ്. എന്ത് ചെയ്യുന്നോ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയണം, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിയണം. അള്ളാഹുവിന് വേണ്ടി മനസ്സിൽ തൃപ്തിയോടുകൂടെ, ആ ഒരു ചിന്താഗതിയോടുകൂടെ വളരെ അടക്കിപ്പിടിച്ച പ്രവർത്തനങ്ങൾ, ആരാരും അറിയാതെ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾക്കാണ് അള്ളാന്റെ അടുക്കൽ 100 മാർക്കുള്ളത്. പരസ്യപ്പെടുത്തി ചെയ്യേണ്ടതല്ലാത്ത, രഹസ്യമായി ചെയ്യേണ്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ എത്ര സ്വകാര്യമായി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ നന്മകൾ ചെയ്യുമ്പോൾ ആരാരും അറിയാതിരിക്കാനുള്ള ശ്രദ്ധ വേണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു നന്മ ചെയ്യുമ്പോ, തിന്മ ചെയ്യുമ്പോഴുള്ള നമ്മുടെ പേടിയേക്കാൾ ആ നന്മ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയവും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സഹോദരന്മാരെ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കറകളഞ്ഞ വിശ്വാസം, തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കറകളഞ്ഞ തൗഹീദ്, വ അന്നി റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള അടിയുറച്ച വിശ്വാസം. ഇത് രണ്ടും കൊണ്ടാണ്, ഇതിൽ ഒരു ശങ്കയും ഒരു ചാഞ്ചാട്ടവും ഒരു സംശയവും ഇല്ലാതെയാണ് ഒരാൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്നതെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള മാർഗം ശിർക്ക് ചെയ്യാതിരിക്കലാണ്. ഒന്നിന്റെ പേരിലും റബ്ബല്ലാത്തവരുടെ മുമ്പിൽ വണങ്ങിക്കൂടാ. റബ്ബല്ലാത്തവരെ ആരാധിച്ചവരോടൊക്കെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു പറയും, പൊയ്ക്കടോ, അവന്റെ പിന്നാലെ പൊയ്ക്കോ. സൂര്യനെ ആരാധിച്ചവർ, ചന്ദ്രനെ ആരാധിച്ചവർ, നക്ഷത്രങ്ങളെ ആരാധിച്ചവർ, പലരെയും ആരാധിച്ചവർ, അവരോടൊക്കെ പറയും, റബ്ബല്ലാത്തവരെ ആരാധിച്ചവരെ, എന്നെ അല്ലാത്തവരെ ആരാധിച്ചവരെ, അവരുടെയൊക്കെ പിന്നാലെ പൊയ്ക്കോ എന്നിങ്ങനെ പറയും. ആർക്കെങ്കിലും എവിടേക്കെങ്കിലും പോകാനുണ്ടോ? അള്ളാന്റെ കോടതിയാണത്. അള്ള പറയും, എന്നെ മാത്രം ആരാധിച്ചവര് നിന്നാ മതി, അല്ലാത്തവർക്കൊക്കെ പോകാം. എവിടേക്ക് പോകാനാ? അള്ളാന്റെ കോടതിയിൽ എവിടേക്ക് പോകാനാ? അവന്റെ മുമ്പിൽ നിന്ന് എവിടേക്ക് ഓടി രക്ഷപ്പെടാനാ? അതുകൊണ്ട് അവനെ കാണുന്ന മാത്രയിൽ ഈ ലോകത്ത് വെച്ച് റിയായില്ലാതെ ഇഖ്ലാസോടെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിരുന്ന ആളുകളൊക്കെ അള്ളാഹനെ കാണുമ്പോ തന്നെ സുജൂദിൽ വീഴും. അതേ അവസരത്തിൽ മുഅ്മിനല്ലാത്ത കാഫിറുകളായ, ഫാസിക്കുകളായ, തെമ്മാടികളായ ആളുകൾക്ക് സുജൂദ് ചെയ്യാനാവാതെ, അവരുടെ മുതുക് വളയാതെ ഒരൊറ്റ വീഴ്ചയാണ് അവർ വീഴുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഒരു സൃഷ്ടിയെയും ആരാധിക്കാതെ സൃഷ്ടാവായ റബ്ബിനെ മാത്രം ആരാധിച്ചവർക്ക് അവിടെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുണ്ടാവുകയുള്ളൂ. അതിനുവേണ്ട ആശയമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഖുൽ, പ്രവാചകരെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ഇരക്കുകയുള്ളൂ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. ആ പ്രഖ്യാപനം മനസ്സിൽ കൊണ്ടു നടന്ന് അങ്ങനെ ജീവിച്ചവർക്ക് മാത്രമാണ് പ്രിയമുള്ളവരെ പരലോക കോടതിയിൽ റബ്ബിന്റെ മുമ്പിൽ പോയി സന്തോഷത്തോടെ പോയി നിൽക്കാൻ കഴിയുക. സൂര്യനെ ആരാധിച്ചവർക്ക്, ചന്ദ്രനെ ആരാധിക്കുന്നവർ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നിന്റെ പേരിലും സൂര്യനെ ആരാധിച്ചിട്ട് കാര്യമില്ല. സൂര്യ നമസ്കാരം എന്ന പേരിട്ടിട്ട് മറ്റേതെങ്കിലും പേരിലോ ഏതെങ്കിലും വ്യായാമത്തിന്റെ പേരിലോ സൂര്യദേവൻ എന്ന് കണ്ട് സൂര്യന്റെ മുമ്പിൽ വണങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത്, ഇല്ല, സൂര്യനെയല്ല വണങ്ങേണ്ടത്,
വണങ്ങേണ്ടത് സൂര്യനെ സൃഷ്ടിച്ച റബ്ബിനെയാണ് വണങ്ങേണ്ടത്, ചന്ദ്രനെയല്ല വണങ്ങേണ്ടത്. ചന്ദ്രനെ സൃഷ്ടിച്ച റബ്ബിനെയാണ് വണങ്ങേണ്ടത്. അതാണ് റബ്ബുൽ ആലമീൻ പറഞ്ഞത്, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്, റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. രാവും പകലും സൂര്യനും ചന്ദ്രനുമൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, റബ്ബിന്റെ അടയാളങ്ങളാണ്, റബ്ബിന്റെ മഹത്വങ്ങൾ വെളിപ്പെടുത്താനുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ വിചാരിച്ച് സൂര്യൻ വെളിച്ചം തരുന്നല്ലോ എന്ന് വിചാരിച്ച് സൂര്യന്റെ മുമ്പിൽ നിസ്കരിക്കണ്ട, സൂര്യ നിസ്കാരം വേണ്ട, ചന്ദ്രനിസ്കാരവും വേണ്ട, താരനിസ്കാരവും വേണ്ട, ഒരു നിസ്കാരവും വേണ്ട. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമരി, നിങ്ങൾ സൂര്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യല്ല, ചന്ദ്രന്റെ മുമ്പിലും സുജൂദ് ചെയ്യല്ല. പിന്നെ ആരുടെ മുമ്പിലാ നമിക്കേണ്ടത്? ആരുടെ മുമ്പിലാ സൃഷ്ടികളെ നിങ്ങൾ നിസ്കരിക്കേണ്ടത്? ഈ സൂര്യനല്ലേ എല്ലാം തരുന്നതെന്ന് വിചാരിച്ച് പ്രഭാതത്തിൽ പൊട്ടിവിടരുന്ന സൂര്യന്റെ മുമ്പിൽ, അതല്ലെങ്കിൽ അസ്തമിക്കാൻ നേരത്തുള്ള സൂര്യന്റെ മുമ്പിൽ നീ സുജൂദിന്റെ കോലത്തിലും വണക്കത്തിന്റെ കോലത്തിലും കിടക്കല്ലേ മനുഷ്യ. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമരി, സൂര്യനല്ല സുജൂദ് ചെയ്യേണ്ടത്, ചന്ദ്രന്റെ മുമ്പിലല്ല സുജൂദ് ചെയ്യേണ്ടത്, മറിച്ച് വസ്ജുദൂ ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കൂ, അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യൂ. അവൻ ആരാണ്? അല്ലദീ ഖലഖഹുന്ന, സൂര്യനെ പടച്ചത് അവനാണ്, ചന്ദ്രനെ പടച്ചത് അവനാണ്, ഈ നിസ്കാരം നടത്തുന്ന നിന്നെ പടച്ചതും അവനാണ്. സർവരെയും പടച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. അതല്ലാത്ത ഒന്നിനെയും വണങ്ങുന്ന ഏർപ്പാട് മനുഷ്യനുണ്ടായിക്കൂടാ. ചിലർക്ക് ഇങ്ങനെ തോന്നുകയാണ്, സൂര്യൻ ഇങ്ങനെ വെളിച്ചം തരുമ്പോ അതിനെയല്ലേ ആരാധിക്കേണ്ടത്, ചന്ദ്രന്റെ പൂനിലാവ് കാണുമ്പോ അതിന്റെ മുമ്പിൽ ഒന്ന് വണങ്ങി ആ തരക്കേടുള്ള ഒരു നിസ്കാരം, ഒരു സൂര്യ നിസ്കാരം, ഒരു ചന്ദ്ര നിസ്കാരം. അതല്ലെങ്കിൽ ചിലർക്ക് തോന്നുകയാണ്, ഈ തീവടല്ലെങ്കിൽ ഒന്നും നടക്കൂല, ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കൂല, വെളിച്ചം വേണം, അതിന് തീ വേണം, അപ്പൊ അഗ്നി ഒരു ദേവനാണ്, അതുകൊണ്ട് അഗ്നിയെ ഒന്ന് വണങ്ങണം, അതൊന്ന് നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരികത്തിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ഈ അഗ്നിദേവനെ ഒന്ന് വണങ്ങണം എന്ന് വിചാരിച്ച് അഗ്നിയുടെ മുമ്പിൽ ഒന്ന് കുമ്പിട്ട് വണങ്ങി അഗ്നിയിൽ നിന്നൊരു വലിയ ഗുണം പ്രതീക്ഷിച്ച് അത് കത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോ വലിയ ദോഷബാധയും അപകടവും വരുന്നു എന്നുള്ള ഭയവും മനസ്സിൽ കൊണ്ട് നടന്ന് അഗ്നിയോട് വണങ്ങുന്ന ജനങ്ങളെ, ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അള്ള പറയേണ്, സൂര്യനെയുമല്ല ചന്ദ്രനെയുമല്ല തീയിനെയുമല്ല ആരാധിക്കേണ്ടത്, അവയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ആ രൂപത്തിലുള്ള കൃത്യമായ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലേ റബ്ബിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയൂ. എനിക്കൊരു ഉപകാരം ചെയ്യാൻ എന്റെ റബ്ബ് നിശ്ചയിച്ച മാർഗമല്ലാതെ ഒന്നിലൂടെയും ആർക്കും എനിക്ക് ഉപകാരം ചെയ്യാനോ എനിക്ക് ഉപദ്രവം വരുത്താനോ സാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹ് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ ഒരാൾക്കും കഴിയൂല. അല്ലാഹ് നിനക്ക് വല്ല നന്മയും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ ആ നന്മ തടുക്കാനും ഒരാൾക്കും കഴിയില്ല. പിന്നെ എന്തിന് നീ മറ്റുള്ളവരുടെ പിറകെ പോകണം? പിന്നെ എന്തിന് നീ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നീ ഉറുക്ക് കെട്ടണം, നീ ഐക്കല്ല് കെട്ടണം, നീ ഏലസ് ധരിക്കണം? നീ എന്തിന് സൃഷ്ടികളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യണം? നീ എന്തിന് ഹോമം നടത്തണം? നീ എന്തിന് നിന്റെ പ്രത്യേകമായ വീടിന്റെ കാവലിന് വേണ്ടി കോലം നാട്ടണം? നീ എന്തിനവിടെ കരിങ്കണ്ണാ നോക്ക് എന്ന് എഴുതി വെക്കണം? നീ എന്തിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കോലത്തിൽ നിന്റെ കായ്ക്കറിത്തോട്ടത്തിലും പച്ചക്കറിത്തോട്ടത്തിലും കൃഷിയിടങ്ങളിലും നീ എന്തിന് കോലങ്ങൾ നാട്ടണം? നിന്റെ വാഹനത്തിൽ നീ എന്തിന് രൂപത്തിലുള്ള ടാഗുകൾ തൂക്കിയിടണം? നിനക്കെന്തിന് ചെറുനാരങ്ങ,
നിനക്കെന്തിന് പച്ചമുളക്, നിനക്കെന്തിന് കാലിച്ചെരുപ്പ് ഒക്കെ വാഹനങ്ങളിൽ തൂക്കിയിടുന്ന ആളുകളുണ്ട്. എന്താ? ഖൈറ് കിട്ടാനും ഷെറിനെ പേടിച്ചുകൊണ്ടും. അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞു, നിനക്ക് അള്ള വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു തിന്മ ഒരാളെ കൊണ്ടും അത് തട്ടാൻ കഴിയൂല. അള്ള നിനക്ക് തരാൻ ഉദ്ദേശിച്ച ഒരു ഖൈറ് ലോകം മുഴുവൻ മുടക്കാൻ വിചാരിച്ചാലും ആർക്കും അത് മുടക്കാനും കഴിയൂല. അതുകൊണ്ട് നിന്റെ റബ്ബിൽ തവക്കുലാക്കിക്കോ. ആ കൃത്യമായ തവക്കുലാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കാൻ, അവനെ സന്തോഷത്തോടെ കാണാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ സമ്പത്ത് ഉപകരിക്കുകയില്ല, അവിടെ സന്താനങ്ങൾ ഉപകരിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ പോയി നിന്നവനല്ലാതെ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയം കൊണ്ട്. എന്താ ഈ സലീമായ ഹൃദയം? മുഫസ്സിരീങ്ങൾ പറയാണ്, ഐ ഖാലിയം മിനശ് ശിർക്കി വൽ ബിദഇ, ശിർക്കിൽ നിന്നും ബിദഅത്തിൽ നിന്നും മുക്തമായ, ശിർക്ക് കലരാത്ത, ബിദഅത്തുകൾ ചെയ്യാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയായി അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിന്നാലല്ലാതെ നമുക്ക് രക്ഷയില്ല. അതുപോലെ നമ്മുടെ 5 നേരത്തെ നിസ്കാരം, അതിൽ കണിശതയുള്ളവർക്കല്ലാതെ അള്ളാഹനെ കണ്ടുമുട്ടാൻ കഴിയൂല. സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹിന്റെ റസൂല് 14-ാം രാവിലെ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളോട് പറയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും ഇയാനാ, നിങ്ങൾക്ക് നേരെ ഈ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾക്ക് അള്ളാഹനെ കാണാം ജനങ്ങളെ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻ ഇസ്തതഅ്തും അല്ലാ തഗ്ലിബൂ അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ ഗുറൂബി ഫഫ്അലൂ. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഒരു നിസ്കാരമുണ്ട്, അതാണ് ഫജ്ർ നിസ്കാരം. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും ഒരു നിസ്കാരമുണ്ട്, അതാണ് അസർ നിസ്കാരം. ഫജ്ർ നിസ്കാരവും അസർ നിസ്കാരവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഹഫിളൂ അലസ്സലമാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. അല്ലാഹനെ അവർക്ക് കാണാൻ കഴിയൂ. ചന്ദ്രനെ കാണും പോലെ നിങ്ങൾക്ക് അല്ലാഹനെ കാണണോ? ഒരു മറയുമില്ലാതെ റബ്ബിനെ നോക്കാൻ കഴിയണോ? 5 നേരത്തെ നിസ്കാരത്തിൽ കണിശത വേണം, പ്രത്യേകിച്ച് സുബഹിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ അസറിന്റെ കാര്യത്തിൽ. ആ 2 നേരവും പ്രവാസികളെ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നേരമാണ് പലപ്പോഴും. അതേ, നാളത്തെ സുബഹി നമുക്ക് നഷ്ടമായി കൂടാ. ഈ മഹനീയമായ സദസ്സിൽ തടിച്ചുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് സഹോദരങ്ങളോട് എന്നോടെന്ന പോലെ പറയട്ടെ, ഈ വരാൻ പോകുന്ന ഫജ്ർ നമുക്ക് നഷ്ടമായി കൂടാ. ഒരു ഫജ്റും നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, ഒരു അസ്റും നഷ്ടപ്പെടുത്തിക്കൂടാ, ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടുകൂടാ. ഇഫ്താറുകളുടെ പ്രളയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, നോമ്പുതറ സദ്യകളുടെ തിരക്ക് നടക്കുന്ന ഈ കാലത്ത് പലർക്കും മഗ്രിബ് നിസ്കാരമില്ല, പലർക്കും മഗ്രിബിന് ജമാഅത്തില്ല. ഗൗരവത്തോടെ ചിന്തിക്കണം. ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നിസ്കാരങ്ങളോടും കണിശത പുലർത്തിയവർക്കല്ലാതെ അല്ലാഹനെ കാണാൻ കഴിയൂല. അസറിന്റെ കാര്യം പറഞ്ഞു, സുബഹിയുടെ കാര്യം പറഞ്ഞു. നന്ദി കെട്ട മനുഷ്യനതാ റബ്ബ് നൽകിയ അനുഗ്രഹമാകുന്ന എസിയുടെ തണുപ്പും കൊണ്ടിട്ട് അവൻ സുഖമായിട്ട് മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം ജനങ്ങളെ നിസ്കാരമാണെന്ന വിളിയാളം കേൾക്കുമ്പോഴും വീണ്ടും പുതപ്പിന്റെ തലയൊന്ന് ശിരസിലേക്ക് വീണ്ടും ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന മനുഷ്യരെ, സുബഹിക്ക് എഴുന്നേൽക്കാത്തവരെ, എഴുന്നേറ്റാൽ തന്നെ തോന്നിയ സമയത്ത് എഴുന്നേറ്റ് റൂമിൽ നിന്ന് 2 റക്അത്ത് പെട്ടെന്ന് തട്ടിപ്പിടച്ച് ആ രൂപത്തിൽ അങ്ങ് നിസ്കരിക്കുന്ന ജനങ്ങളെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അവനെ കാണണോ? അവനെ സന്തോഷത്തോടെ നോക്കി ആസ്വാദനം കിട്ടണോ? ഹബീബാണ് പഠിപ്പിക്കുന്നത്, സുബഹിക്ക് ജമാഅത്തിന് വയ്ക്കോ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങല്ല. അസറിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുകയാണ്. അതുപോലെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തിലും നല്ല ക്ഷമ പാലിച്ചവർക്ക് അല്ലാഹനെ കാണാൻ കഴിയൂ, നിസ്കരിക്കുന്നവർക്ക് റബ്ബിനെ കാണാൻ കഴിയൂ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നല്ല ക്ഷമ വേണം ജനങ്ങളെ.
കഴിഞ്ഞ റമദാനിൽ സഹനത്തിലൂടെ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞപ്പോ ക്ഷമ നമ്മൾ നന്നായി വിശദീകരിച്ചതാണ്. ആ സഹനം അതുള്ളവർക്കേ അള്ളാനെ കാണാൻ കഴിയൂ, നിസ്കരിക്കുന്നവർക്കേ അള്ളാനെ കാണാൻ കഴിയൂ. കാരണം ഈ സഹനവും നിസ്കാരവുമൊക്കെ നല്ല പടച്ചോനെ പേടിയുള്ള ആളുകൾക്കല്ലാതെ വലിയ ഭാരമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവർക്കല്ലെങ്കിൽ ഇതൊക്കെ വലിയ ഭാരമുള്ള ഏർപ്പാടാണ്. കാരണം അല്ലാഹനെ പേടിയുള്ളവർക്കുള്ള പ്രത്യേകത അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, തങ്ങൾക്ക് തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ആ വിശ്വാസമുണ്ട്. അത്തരക്കാർക്ക് ഇതൊന്നും ഭാരമാവില്ല. അല്ലാഹനെ കാണണം എന്ന മോഹമുള്ളവർക്ക് നിസ്കാരം ഭാരമാവില്ല. അല്ലാഹനെ കാണണം എന്ന മോഹമുള്ളവർക്ക് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ ഒരു ഭാരമാവില്ല. അതുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ കിടന്നുറങ്ങുന്നവന്റെ തല റബ്ബിന് വേണ്ടാന്നാ അല്ലാഹ് പറയുന്നത്. നമ്മൾ ഈ തലയും വെച്ച് തലയിണയിൽ തല വെച്ചിട്ടല്ലേ കിടന്നുറങ്ങിയത്? ഈ കണ്ണല്ലേ സുഖമനുഭവിച്ചത്? ഈ ശരീരമല്ലേ സുഖമനുഭവിച്ചത്? നാളെ പരലോകത്ത് നരകത്തിയിൽ ഇടപെടുന്നതിന്റെ മുന്നോടിയായി ബർസഖിൽ വെച്ച് നിസ്കാരം ഒഴിവാക്കിയവർക്ക്, ഫർള് നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങിയവർക്കുള്ള ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കാണിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് കണ്ടവര് സ്വപ്നത്തിൽ കാണാം. ശരിക്ക് ശ്രദ്ധിച്ചോളണം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. റസൂലുള്ള ഒരു സ്വപ്നം കാണുകയാണ്. ഒരാളെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്, കമഴ്ത്തി ഒരാളെ ഇങ്ങനെ പിരടിയിലാക്കിക്കൊണ്ട് ഇങ്ങനെ മലർത്തി കിടത്തിയിട്ടുണ്ട്. ആ മലർത്തിക്കിടത്തിയ ആളുടെ സമീപത്ത് ഒരാളൊരു പാറക്കല്ല് കൊണ്ട് നിൽക്കുകയാണ്. ആ പാറക്കല്ല് മനുഷ്യന്റെ തലയിലേക്ക് ഒരൊറ്റേറങ്ങ് കൊടുക്കുമ്പോ അയാളുടെ തലയതാ ചതഞ്ഞരഞ്ഞു പോകുന്നു, പാറക്കല്ല് ഉരുണ്ടു പോകുന്നു. ഈ എറിഞ്ഞ വ്യക്തി ആ പാറക്കല്ല് എടുത്തു വരുമ്പോഴേക്ക് ഇയാളുടെ തല പിന്നെയും ആരോഗ്യാവസ്ഥയിലായി. വീണ്ടും ആ കല്ല് കൊണ്ട് എറിയുകയാണ്. ഇദ്ദേഹത്തിന്റെ തലയതാ ചതഞ്ഞരഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട ഒരു ശിക്ഷ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ ഹാദാ, ഈ ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, വയനാമു അനിസ്സലാത്തിൽ മക്തൂബാ, ഫർള് നിസ്കാരങ്ങളുടെ സമയമായാൽ ഫർള് നിസ്കാരത്തിന് പള്ളിയിൽ പോകാതെ ജമാഅത്തിന് പങ്കെടുക്കാതെ ഫർള് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനാണിവൻ. അവന്റെ തല എന്തിനു കൊള്ളും? അവന്റെ തല റബ്ബിന് വേണ്ട. നാളെ പരലോകത്ത് എത്തുന്നതിന്റെ മുമ്പേ ബർസഖിയായ ലോകത്ത് വെച്ച് തന്നെ അവന്റെ ഖബറിൽ ഈ നിലക്കുള്ള ശിക്ഷ, അവന്റെ തലയങ്ങ് ചതച്ചരക്കുന്ന ശിക്ഷ. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, നിസ്കാരം നമുക്ക് തോന്നുന്ന സമയത്ത് ചെയ്താൽ മതിയോ? അതിനല്ല നിശ്ചയിച്ച സമയമില്ലേ? അതിനല്ല നിശ്ചയിച്ച നിയമങ്ങളില്ലേ? അതിനല്ല നിശ്ചയിച്ച ഷർത്തുകളില്ലേ? അതിനല്ല നിശ്ചയിച്ച മര്യാദകളില്ലേ? നമുക്ക് തോന്നിയതുപോലെ സ്പീഡിലങ്ങ് ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കടമ നിർവഹിക്കും പോലെ ഒരു ചടങ്ങെന്ന നിലക്ക് നിർവഹിക്കേണ്ടതാണോ നിസ്കാരം? അല്ല, അല്ല. റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ആ ദിവസത്തേക്ക് വേണ്ടി ഖുശൂഓടുകൂടെ, ഭയഭക്തിയോടുകൂടെ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ സഹജീവികളോടുള്ള കടമകൾ പാലിക്കുന്നവർക്കേ അല്ലാഹനെ കാണാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതാ പഠിപ്പിച്ചു തന്നു. നാളെ പരലോക കോടതിയിലെത്തുമ്പോ അല്ലാഹ് നമ്മളെ വിളിച്ചു ചോദിക്കുകയാണ്. അവിടെ വെച്ച് റബ്ബ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എടോ മനുഷ്യ, യബ്ന ആദം, ഓ മനുഷ്യ, മരിളുതു, ഞാൻ രോഗിയായത് നീ അറിഞ്ഞിട്ട് ഫലം തഴുതിനീ, നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹ് നാളെ പരലോകത്തെ വെച്ച് നമ്മോട് ചോദിക്കുകയാണ്, മനുഷ്യ, ഞാൻ രോഗിയായി എന്നറിഞ്ഞിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ഉടനെ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബ്, എന്റെ റബ്ബേ, കൈഫ അഊദുക, നിന്നെ ഞങ്ങൾ എങ്ങനെ കാണാനാണ്? നിന്നെ എങ്ങനെ ഞങ്ങൾ സന്ദർശിക്കാനാണ്? വാൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലയോ? അപ്പൊ അല്ലാഹുവിന്റെ മറുപടിയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അവിടെ വെച്ച് അല്ലാഹു ചോദിക്കും, അമാലിം, താ നീ അറിഞ്ഞിരുന്നില്ലേ? അന്നഅബ്ദീ ഫുലാന, എന്റെ ഇന്നാലുള്ള അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിട്ട് ഫലം തഴുതുഹു, നീ അദ്ദേഹത്തെ പോയി സന്ദർശിച്ച് ആശ്വസിപ്പിച്ചില്ലല്ലോ. അമാലിം, താ നിനക്കറിയാമല്ലേ, നിനക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാമായിരുന്നില്ലേ? അന്നക ലൗ ഉത്തഹു, നീ ആ മനുഷ്യനെ പോയി സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലവജത്തനീ ഇൻദഹു, അയാളുടെ അടുക്കൽ നിനക്ക് എന്നെ കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. അപ്പൊ രോഗിയെ കാണാൻ പോകുന്നത് അള്ളാനെ കാണാൻ പോകലായിട്ടാ പഠിപ്പിക്കുന്നത്. രോഗിയെ കാണാൻ പോകുന്നത് അള്ളാഹ്ക്ക് വേണ്ടി രോഗം കാണാൻ പോകണം. അള്ളാഹ്ക്ക് വേണ്ടി ഭക്ഷണം നൽകണം, അള്ളാഹ്ക്ക് വേണ്ടി ആഹാരം നൽകണം, അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കണം, അള്ളാഹുവിന് വേണ്ടി ഒരാളെ വെറുക്കണം. മൻ അഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് വഅഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾക്ക് കൊടുത്തു, അള്ളാന്റെ കൂലി ഉദ്ദേശിച്ച് കൊടുത്തില്ല. അള്ളാന്റെ കൂലി ഉദ്ദേശിച്ച് ഒരാളെ ഇഷ്ടപ്പെട്ടു, അള്ളാന്റെ പേരിൽ ഒരാളോട് വെറുത്തു. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹജീവികളോടുള്ള കാരുണ്യം കാണിക്കുന്നവർക്കേ അള്ളാഹിനെ സന്തോഷത്തോടെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മോട് വളരെ ഗൗരവത്തോടെ പറയുന്നത്, നിർബന്ധമായ ഒരു കാര്യമല്ലാത്ത കാര്യങ്ങളിൽ പോലും ഒരാൾ വീഴ്ച വരുത്തുമ്പോ അത് നാളെ പരലോകത്ത് ചോദ്യമുണ്ടെങ്കിൽ നിർബന്ധ കാര്യങ്ങളെക്കുറിച്ച് റബ്ബ് എത്രത്തോളം ചോദിക്കും. സകാത്തിന്റെ കാര്യം അല്ലേ, നിർബന്ധമായ കാര്യമാണ്. പാവങ്ങളുടെ ആഹാരത്തിന്റെ കാര്യമാണ്, അവർക്ക് അന്നം കിട്ടേണ്ടുന്ന കാര്യമാണ്. ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ജനങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലമായ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ തുറന്നു തായോ എന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരെ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞത് കേട്ടവർക്കല്ലാതെ അവിടെ പോയി അവന്റെ മുമ്പിൽ നിൽക്കാനാകുമോ? അള്ളാഹ് പറഞ്ഞില്ലേ, നിന്റെ സമ്പത്തിന്റെ വിഹിതത്തിൽ നിന്ന് നീ സക്കാത്ത് കൊടുക്കണം, നീ സക്കാത്ത് കൊടുക്കണം. സ്വർണമുണ്ടോ? സക്കാത്ത് കൊടുക്കണം. വെള്ളിയുണ്ടോ? സക്കാത്ത് കൊടുക്കണം. നിന്റെ പക്കൽ കറൻസി ഉണ്ടോ? സക്കാത്ത് കൊടുക്കണം. ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ കണക്ക് നോക്കിയോ? ആയിരക്കണക്കിന് ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയമുള്ള പ്രവാസികളെ, കണക്ക് നോക്കിയിട്ടുണ്ടോ നമ്മൾ? എന്റെ സമ്പത്തിന്റെ അളവ് എത്രയാണ്? 595 ഗ്രാം അതല്ലെങ്കിൽ 590 ഗ്രാം വെള്ളിയുടെ വില നിലവാരത്തിന് തുല്യമായത്ര ക്യാഷ് ഒരു കൊല്ലം തികഞ്ഞ് ചെലവുകൾ കഴിച്ചെന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5%, 2.5%, 2.5% എന്റേതോ നിങ്ങളുടേതോ അല്ല, അത് മറ്റുള്ളവന്റെ അവകാശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കാതെ, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാതെ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കാത്ത മുതൽ തിന്നാൽ നിങ്ങൾ എത്ര അള്ളാനോട് ഏത് ഖദറിന്റെ രാത്രിയാണ് ഉറപ്പുള്ള രാത്രിയിൽ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് ചോദിച്ചാലും അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാ? കാരണം ഹറാമല്ലേ തിന്നുന്നത്, ഹറാമിലൂടെയല്ലേ വസ്ത്രം ധരിച്ചത്, ഹറാമിലൂടെയല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, പലിശയിലൂടെയല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, ഹറാമായ രൂപത്തിലല്ലേ സമ്പാദിച്ചത്. നീ വേണ്ടതൊന്നും നീ വേണ്ട രൂപത്തിൽ ചെയ്തില്ലല്ലോ. നിന്റെ സക്കാത്ത് നീ കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രിയമുള്ള പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയാണ് നിങ്ങളുടെ ആഭരണം ബാങ്ക് ലോക്കറിൽ? എത്ര? നിങ്ങളുടെ ശരീരത്തിൽ എത്ര? നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞു നടക്കുന്നത് എത്ര? ആയിരക്കണക്കിന്, അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടേതായ ആഭരണങ്ങളും താങ്ങി നടക്കുന്ന സഹോദരിമാരെ, ചിന്തിച്ചോ? അള്ളാഹിനെ കണ്ടുമുട്ടണ്ടേ? അള്ളാഹിന്റെ കോടതിയിൽ പോയി നിൽക്കണ്ടേ? അവൻ പറഞ്ഞത് കേൾക്കാത്തവരെ അവന്റെ മുമ്പിൽ അവൻ നിർത്തുമോ? അവൻ ചോദിച്ചിട്ടുള്ളത് 100 പവനുണ്ടെങ്കിൽ 2.5 പവനാണ്. 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. കണക്ക് പറയാനും സുദീർഘമായി സംസാരിക്കാനും പറ്റിയ ഒരു വേദിയല്ല ഇത്. സൂചനകൾ മാത്രം നൽകുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മുഴുവനും ലോഹത്തകിടുകളാക്കി നരകാഗ്നിയിൽ വെച്ച് ചുട്ടുപഴുപ്പിച്ച് വയുഹ്മാ സുമ്മ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. നരകത്തിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തെല്ലാം അങ്ങ് ചുട്ടുപൊള്ളിച്ചതാ, ചൂടാക്കുകയാണ്. ഫതുഖ്വാ ബിഹാ, എന്നിട്ടതുകൊണ്ട് പൊള്ളിക്കപ്പെടും. ജിബാഹുഹും, അവരുടെ നെറ്റിത്തടങ്ങളും, വജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങളും, വളുഹൂറുഹും, അവരുടെ പുറഭാഗങ്ങളും. അവരുടെ ശരീരത്തിൽ അവർ മുതൽ കൊടുക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത്, അതിൽ നിന്നുള്ള കൃത്യമായ വിഹിതം നൽകാതെ, സക്കാത്ത് കൊടുക്കാതെ കൂട്ടിവെച്ചിട്ടുള്ള മുതൽ എത്രയാണ്
ആണെങ്കിലും അത് മുഴുവൻ ലോഹത്തകിടുകളാക്കി നരകാഗ്നിയിൽ വെച്ച് ചുട്ടുപഴുപ്പിച്ച് അത് നിന്റെ ബോഡിയിൽ വെച്ച് ചുട്ടുപഴിപ്പിക്കുന്ന ഒരു ദിവസം വരുമ്പോ അന്ന് നീ വേദന കൊണ്ട് പൊട്ടി നീ കരഞ്ഞ് ആ ഏറ്റവും വലിയ രൂപത്തിലുള്ള അട്ടഹാസങ്ങൾ അട്ടഹാസിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരലിവും നിന്നോട് തോന്നുകയില്ല. അവൻ നിന്നോട് പറയുന്നത് ഇത്ര മാത്രമായിരിക്കും: അദാ മാ കനസ്തും ലിയൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂട്ടിവെച്ച മുതലാണിത്. അതുകൊണ്ട് ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, കൂട്ടിവെച്ച മുതലിന്റെ ദുരന്ത ഫലം ഇന്നൊന്ന് അനുഭവിച്ചോ. ഇനിയും കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്തൊരാൾക്ക് നൽകിയിട്ട് ആ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് മുഴുവനും വലിയ ഉഗ്രവിഷമുള്ള കാളസർപ്പത്തിന്റെ രൂപത്തിലേക്ക് അള്ളാഹു രൂപാന്തരം നടത്തും. എന്നിട്ടത് മഹ്ശറിൽ നിന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. എന്നിട്ട് ആ പാമ്പ് നിന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് മുറുക്കിയിട്ട് ആ പാമ്പ് നിന്നെ ഇങ്ങനെ കടിക്കും. കടിച്ച് നിന്നെ കൊത്തി മുറിവേൽപ്പിക്കുമ്പോ വേദന സഹിക്കാതെ നീ അട്ടഹസിക്കുമ്പോ ആ പാമ്പ് നിന്നോട് പറയും: മനമാലുക, ഞാൻ നിന്റെ സമ്പത്താണടോ, അനകൻസുക, ഞാൻ നിന്റെ നിധിയാണടോ എന്ന് പറഞ്ഞു പാമ്പ് വീണ്ടും വീണ്ടും അവനെ ഇങ്ങനെ കൊത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോ വാ പിളർന്ന് നിൽക്കുന്ന പാമ്പിന്റെ വായിലേക്ക് കൈയിടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രംഗമൊന്ന് കണ്ടു നോക്കൂ. ഹബീബിന്റെ വാചകങ്ങളാണ്. ആ വാ പിളർന്ന് നിൽക്കുന്ന പാമ്പിന്റെ വായിലേക്ക് അവനങ്ങ് കൈയിടുമ്പോ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, മുള്ളങ്കി കടിച്ച് പറിക്കും പോലെ ആ പാമ്പ് അവന്റെ കൈ അങ്ങ് കടിച്ചു പറിച്ച് തുപ്പുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹിക്കാനാകുമോ പ്രിയമുള്ളവരെ? അള്ളാഹനെ കണ്ടുമുട്ടണം, സന്തോഷത്തോടെ എന്റെ നാഥനെ കാണണം എന്ന് മോഹം വെച്ചതുകൊണ്ടായോ? റഹ്മാനായ റബ്ബ് പറഞ്ഞതൊന്നും ചെവിക്കൊള്ളാതെ എങ്ങനെ അവന്റെ മുമ്പിലേക്ക് നമുക്ക് പോയി നിൽക്കാൻ സാധിക്കും? അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, വൻ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാണണ്ട ചിലരെ എന്ന്. എനിക്ക് കാണണ്ട, ഞാൻ അവരെ നോക്കൂല, ഞാൻ അവരെ നോക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 വിഭാഗം ആളുകൾ അല്ലാഹു നാളെ പരലോകത്ത് അവരെ നോക്കുക പോലുമില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബിമാര് പറഞ്ഞു, ആരാണ് പ്രവാചകരെ അവര്? അല്ലാഹു നോക്കാത്തവരാരാണ്? അല്ലാഹു അവരെ കാണുക പോലുമില്ല. റബ്ബ് അവരെ ഒന്ന് സന്തോഷത്തിന്റെ ഒരു നോട്ടം പോലും, കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും അവരോട് നോക്കൂല, അവരോട് റബ്ബ് സംസാരിക്കൂല, അവരോട് റബ്ബിന് ഏറ്റവും വലിയ വെറുപ്പായിരിക്കും. ആരാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുസ്ബിൽ, ഉടുതുണി നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവൻ, നെരിയാണിക്ക് താഴെ പാൻസോ തുണിയോ ഒക്കെ ധരിക്കുന്നവന് റബ്ബിന് നാളെ പരലോകത്ത് വേണ്ട. റബ്ബ് അവന്റെ മുഖത്തേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിന്റെ നോട്ടം അവനില്ല, അവനോടൊരക്ഷരം റബ്ബ് ഉരിയാടൂല. അതുകൊണ്ട് വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൽ മന്നാൻ, ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഞാൻ ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞ് എന്റെ ആനുകൂല്യം പറ്റിയതിന്റെ പേരിൽ അവനെ ഞാൻ വിഷമിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് എന്റെ റബ്ബിന്റെ സംസാരം കേൾക്കാനാവില്ല, എന്നോടവൻ മിണ്ടില്ല, കാരുണ്യത്തിന്റെ നോട്ടം എന്നിലേക്ക് അവൻ നോക്കില്ല. മൂന്നാമതായി പറഞ്ഞത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്ന ബിസിനസ്സുകാരൻ, അതേ തന്റെ ചരക്ക് ചെലവാകാൻ വേണ്ടി അതിനില്ലാത്ത പരസ്യങ്ങൾ പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ഓ ബിസിനസ്സുകാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരോടും അല്ലാഹു മിണ്ടൂല, അവരെ നോക്കൂല, കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. മറിച്ച് വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരണം നേടിയവർക്കല്ലാതെ റബ്ബിനെ കാണാൻ കഴിയൂല. കണ്ണിനെ നിയന്ത്രിക്കണം, കാതുകളെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം. എല്ലാം നിയന്ത്രിച്ചവർക്ക് ആരുടെ മുമ്പിൽ ആര് കാണുന്നു പേടിച്ചിട്ട്? അല്ലാഹ് കാണുന്നു പേടിച്ചവർക്ക് അല്ലാഹനെ കാണാൻ കഴിയൂ. അല്ലാഹ് കാണുമെന്ന് പേടിച്ചിട്ട് കണ്ണിനെ നിയന്ത്രിക്കണം. നമ്മളെന്താ ചെയ്യാ? അനാവശ്യങ്ങൾ കാണാൻ നേരത്തെ വാതിലടക്കുന്നു, വാതിലിന്റെ സാക്ഷ നീക്കുന്നു, കുറ്റിയിടുന്നു, ഫാൻ സ്പീഡ് കൂട്ടുന്നു, എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്നു. എന്തിനാ? ഒരു തിന്മ ചെയ്യാൻ, ഒരു തിന്മ കാണാൻ. ജനങ്ങളിൽ നിന്നാ നമ്മൾ മറച്ചു വെക്കുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്,
ജനങ്ങളിൽ നിന്ന് അവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒന്നും അവർക്ക് ഒളിച്ചു വെക്കാൻ കഴിയൂല. വഹുവ മഅഹും, അവൻ എപ്പോഴും അവരുടെ കൂടെയുണ്ടല്ലോ. ആരെ പേടിച്ചിട്ടാ നമ്മൾ തിന്മ ആളുകൾ കാണിക്കാതിരിക്കാൻ, ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, റഹ്മാനായ റബ്ബ് അവൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന അർത്ഥത്തിൽ. സഹോദരന്മാരെ, ഹറാമുകൾ നിർബാധം ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരുത്തന് വ്യഭിചരിക്കണമെങ്കിൽ, ഒരാളുടെ വീട്ടിൽ കയറണമെങ്കിൽ, ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കേണ്ടിയിരുന്നു. ഇന്ന് വേണ്ട, മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നവന് പാതിരാവുകളിൽ അവന്റെ പുതപ്പിനുള്ളിൽ വെച്ച് തന്റെ ഇഷ്ടപ്പെട്ടവരുമായി കൊണ്ട് സംസാരിക്കാം, കാമുകിയുമായി സല്ലപിക്കാം, കാമുകന്മാരുമായി സല്ലപിക്കാം. അതല്ലേ ഒളിച്ചോടി പോകുന്നത്? 2 മക്കളുള്ള പെണ്ണ് ഭർത്താവിനെ വേണ്ട, പ്രവാസിയായ ഭർത്താവ് ചെന്നപ്പോഴേക്ക് അവൾ ഒളിച്ചോടി പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയും മക്കളുമുള്ള ഒരുത്തൻ അവന്റെ ഭാര്യയെ വേണ്ടാതെ മറ്റൊരുത്തിയുടെ കൂടെ പോയിരിക്കുന്നു. സ്വന്തം മകളുടെ പ്രായം പോലുമില്ലാത്തവന്റെ കൂടെ അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. മക്കൾ ഒളിച്ചോടുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കൈകളിൽ കൊണ്ടു നടക്കുന്ന ഈ കൊച്ചു ഉപകരണം, മൊബൈൽ എന്ന വില്ലൻ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന സംവിധാനം, ആധുനികമായ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് റബ്ബിന്റെ ദീനിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം, നന്മകളുടെ മാർഗങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം നമ്മൾ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ എന്റെ മൊബൈലുമായി മറ്റൊരു ലോകത്തേക്ക്, ഓരോരുത്തരും അവരവരുടെ ലോകത്തേക്ക് ആരില്ലെന്ന് മറച്ചുവെക്കാൻ കഴിയുമെന്നാ പ്രിയമുള്ളവരെ വിചാരിക്കുന്നത്? ഓ വേണ്ട, പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ. ഓ മക്കളെ, രക്ഷിതാക്കൾ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ രക്ഷിതാക്കളെ, മക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ സഹോദരന്മാരെ, സ്വന്തം റൂമിൽ താമസിക്കുന്നവരൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തിന്മ ചെയ്യുന്നുവോ? പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല, അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിരീക്ഷകനായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട്. ആരാരും കാണുന്നില്ലെങ്കിലും, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നല്ലോ എന്ന ചിന്തയോടെ, തഖ്വയോടെ ജീവിച്ച മനുഷ്യരെ, നമുക്ക് സന്തോഷിക്കാം. ആർക്ക് വേണ്ടി നമ്മൾ തിന്മ മാറ്റിവെച്ചോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നന്മ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സ്വതക്ക ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നോമ്പെടുത്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നണി പോരാളികളായി പ്രവർത്തിച്ചുവോ, അവന്റെ പ്രതിഫലം നമുക്കുറപ്പാണ്. ആ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അവനിൽ നിന്നുള്ള കൃത്യമായ നിലക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ അമലുകളെല്ലാം അവന്റെ മുമ്പിൽ പ്രയോജനപ്പെടുന്ന നിലക്ക് ചെയ്തോളണം. റിയാ ഇല്ലാതെ ചെയ്തോളണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളണം. മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തത് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാവില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നോക്കൂല. അല്ലാഹു തആല പഠിപ്പിച്ചതായി അള്ളാഹിന്റെ റസൂൽ പറയാണ്, അള്ളാഹ് പറയാണ്, അവരെ അള്ളാഹ് നോക്കൂല, അള്ളാഹ് അവരോട് സംസാരിക്കൂല. അവരാരാണ്? അല്ലാഖുലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ അള്ളാഹിനെ കാണാൻ കഴിയൂല. അള്ളാഹിനെ സന്തോഷത്തോടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയൂല. മാതാപിതാക്കളുടെ കണ്ണുനീരൊലിപ്പിച്ചവൻ, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ. രാജ്യത്തൊക്കെ വൃദ്ധസദനങ്ങൾ പെരുകി വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാ? അവർക്കൊന്നും മക്കളില്ലാത്തത് കൊണ്ടല്ല. മക്കൾക്ക് അവരെ വേണ്ട. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കൂ, വലിച്ചെറിയൂ. ഇതാണെന്ന് സമൂഹത്തിന്റെ തത്വം. മാതാപിതാക്കളെ വേണ്ട കാലത്ത് നമ്മൾ അവരെ ആദരിച്ചു, അവരുടെ ആരോഗ്യം നശിച്ചു, അവർക്ക് ജരാനരകൾ ബാധിച്ചു, അവരുടെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടമായപ്പോ തെരുവിലേക്ക് വലിച്ചെറിയുന്ന, നടതള്ളുന്ന അത്തരത്തിലുള്ള മക്കൾ, അതെ, അവരുടെ ശവസംസ്കാര ചടങ്ങ് വരെ ഒന്ന് മൊബൈലിൽ വാട്സപ്പിൽ ഇടണേ എന്ന് മാത്രം പറയാനേ മക്കൾക്ക് ഇന്ന് കഴിയുന്നുള്ളൂ. അവരെ കാണണ്ട, അവരോട് വിളിക്കണ്ട, അവരെ സംസാരിക്കണ്ട, അവരുമായിട്ട് ഒരു ബന്ധത്തിനും
ഒന്നിനും പോകണ്ട. തന്റെ ജീവിതം, തന്റേതായ ജീവിതം ഈ ഒരു സ്വാർത്ഥതയോടെ ജീവിച്ച് മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിപ്പിക്കുന്നവർക്ക് അള്ളാഹനെ സന്തോഷത്തോടെ കാണാൻ കഴിയൂല. അതുപോലെ തന്നെ വദ്ദയ്യൂസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമായ രൂപത്തിലുള്ള ജീവിതം ജീവിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് അള്ളാഹനെ കാണാൻ കഴിയൂല, അള്ളാഹനെ കാണാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹ്, അല്ലാഹ് നോക്കൂല ഇലംറാത്തിൻ, ഒരു സ്ത്രീയെ, ലാ തശ്കുറു ലിസൗജിഹാ, തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത പെണ്ണിനെ അള്ളാഹ്ക്ക് വേണ്ട. റബ്ബ് ആ സ്ത്രീയിലേക്ക്, ആ പെണ്ണിനെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഗൗരവത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനാണ്, എല്ലാ അർത്ഥത്തിലും നമ്മൾ ശുദ്ധിയാകേണ്ടുന്ന മാസമാണ്. പിണക്കങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവന് അള്ളാഹിന്റെ കോടതിയിൽ പോയി നിൽക്കാൻ കഴിയൂല. അകാരണമായി മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുന്നവൻ, അള്ളാഹുവിന് വേണ്ടിയല്ല അവൻ പിണങ്ങിയത്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ ബന്ധുക്കളോട് പിണങ്ങിയവൻ, ഒരു കല്യാണത്തിന്റെ പേരിൽ, ഒരു ക്ഷണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് ചെല്ലാത്തതിന്റെ പേരിലൊക്കെ പിണങ്ങി നടക്കുന്നവർ, മയ്യത്ത് പോലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ബന്ധുമിത്രാദികൾ പരസ്പരം കടിച്ചു കീറി, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ തെറ്റി പരസ്പരം ബന്ധപ്പെട്ടവരോട് പകയും വിദ്വേഷവുമായി കഴിയുന്ന ആളുകൾ, മനസ്സ് നന്നാവാതെ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാ പിണക്കങ്ങളും തീർക്കുവാൻ പറ്റിയ മാസമാണിത്. ആരെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, ആരാണ് ആദ്യമായി സലാം കൊണ്ട് തുടങ്ങുന്നതെങ്കിൽ അവനാണ് ഏറ്റവും ഉത്തമൻ. നമ്മൾക്ക് ആര് നമ്മളോട് എന്ത് വ്യക്തിപരമായി ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുത്തു കൊടുക്കാൻ തയ്യാറാവേണ്ടുന്ന മാസമാണിത്. കാരണം നിങ്ങൾ പൊറുത്തു കൊടുക്കൂ, കാരണം അല്ലാഹ് നമ്മളോട് പൊറുക്കണമെന്ന് നമ്മൾ ആശിക്കുന്നില്ലേ? അലാ തുഹിബ്ബൂൻ അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടും പൊറുത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും, വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തും സ്വഭാവരംഗത്തും ഇടപാടിന്റെ മേഖലകളിലും എല്ലാം അവന്റെ മുമ്പിൽ പരമപരിശുദ്ധരായി പോയി നിൽക്കുന്നവർക്കല്ലാതെ അവനെ കാണാൻ സാധ്യമല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും റബ്ബിനെ കാണാൻ തൗഫീക്ക് കിട്ടുന്ന മുഅ്മിനീങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ കാണാം, പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾ അവരുടെ മർത്തബയനുസരിച്ച്, അവരുടെ പദവി അനുസരിച്ച് അള്ളാഹനെ എല്ലാ ദിവസവും കാണുന്നവരുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നവരുണ്ട്. വെള്ളിയാഴ്ച സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു സൂഖുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്, ഒരു മാർക്കറ്റ് ഉണ്ട്. അന്ന് മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹുവിനെ പ്രത്യേകം അവർക്ക് കാണാൻ അവസരം കിട്ടുന്ന ദിവസമാണ്. അവരുടേതായ താമസ സ്ഥലങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ ചോദിക്കും, നിങ്ങൾ പോയപ്പോഴുള്ള സൗന്ദര്യമല്ലല്ലോ ഇപ്പോഴുള്ളത്. വീട്ടുകാരോട് പോയി വന്ന അവരും ചോദിക്കും, നിങ്ങൾക്കും സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ. എന്താ കാരണം? അള്ളാഹിനെ കാണുമ്പോൾ സൗന്ദര്യം കൂടുകയാണ്. അള്ളാഹുവിനെ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും കാണാൻ ഭാഗ്യം കിട്ടുന്നവർ, ആഴ്ചയിലൊരിക്കൽ ഭാഗ്യം കിട്ടുന്നവർ, ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ തോന്നണം, അതിന് അള്ളാഹനെ ഓർക്കണം. നമുക്കൊരാളെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമ്പോൾ നമ്മൾ അയാളെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിനെ എപ്പോഴും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. അതിനാണ് ദിക്റുകൾ നിശ്ചയിക്കപ്പെട്ടത്. രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ധാരാളക്കണക്കിന് ദിക്റുകളും ദുആകളും നമുക്ക് നിശ്ചയിക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അവരെ ഇങ്ങനെ പുകഴ്ത്തുക. ഇഷ്ടപ്പെട്ടയാളെ നമ്മളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, എപ്പോഴും വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ചുണ്ടുകളിൽ അനാവശ്യങ്ങൾ കടന്നു വരാതെ സർവ്വലോക പരിപാലകനായ താനേറെ ഇഷ്ടപ്പെടുന്ന തന്റെ റബ്ബിനെ ഇങ്ങനെ വാഴ്ത്തുന്ന, സ്തുതിക്കുന്ന, പ്രകീർത്തിക്കുന്ന, അവന്റെ മഹത്വം വാഴ്ത്തുന്ന, അവനോട് ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ, അവർക്കാണ് സ്വർഗമുള്ളത്. ആരോടും പക വേണ്ട, വിദ്വേഷം വേണ്ട, ഒരാളുടെയും രക്തം ചിന്തണ്ട, ഒരാളുടെയും ഗീബത്ത് പറയേണ്ട. കാരണം നാളെ പരലോകത്ത് നിന്റെ അമല് കൊടുക്കേണ്ടി വരും, നിസ്കാരം കൊടുക്കേണ്ടി വരും, സക്കാത്ത് കൊടുക്കേണ്ടി വരും, നോമ്പിന്റെ പ്രതിഫലം അവര് കൊണ്ടുപോകും. എന്തേ കാരണം? നീ അവനെ അകാരണമായി വേദനിപ്പിച്ചു, നീ അവനെ അകാരണമായി ദ്രോഹിച്ചു, നീ അവന്റെ രക്തം ചിന്തിയിട്ടുണ്ട്. അതേ, രാജ്യത്ത് കലാപമുണ്ടാക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കിയിരിക്കട്ടെ, ഒരു നിരപരാധിയുടെയും രക്തം ചിന്തിക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ
ഖാതല മുആഹിദ ലം യുരിഹി റായിഹത്തൽ ജന്ന. ആരെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ, ഒരു രാജ്യത്ത് അഭയം നൽകപ്പെട്ടിട്ടുള്ള ഒരു പൗരനെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നല്ല റസൂലുള്ള പറഞ്ഞത്. സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ആസ്വദിക്കാനാവില്ല. രാജ്യത്ത് കലാപമുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ഒരു രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവർ, അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വെല്ലുവിളിക്കുന്നവർ, ആ രാജ്യത്ത് താമസിക്കുന്ന അവിടുത്തെ ഭരണകൂടം എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനവും അഭയവും നൽകി, ജോലി നൽകി ആദരിച്ചിട്ടുള്ള മനുഷ്യന്മാരെ ബോംബിട്ടും അല്ലാതെയും കൊന്നുതള്ളുന്ന, രക്തം ചിന്തുന്ന, രാജ്യത്ത് കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്ന സർവ്വഭീകരവാദികളോടും ഇസ്ലാമിന് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ പണി നല്ലതിനല്ല. നിങ്ങൾക്ക് സ്വർഗമില്ലെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാനാവില്ല. ശാശ്വതമായ നരകമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെയും സമാധാനം തകർക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഒരർത്ഥത്തിലും വാക്കാലോ പ്രവൃത്തിയാലോ ചിന്തയാൽ പോലുമോ ഒരാളും അതിന് അനുകൂലിച്ചു നിന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്ത് നിവസിക്കുന്ന നമ്മൾ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഇമാറാത്തിൽ. കണ്ടില്ലേ, ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഒരുക്കിയിട്ടുള്ള കസേരകളിൽ പോലും സംവിധാനങ്ങൾ ഇരിക്കാൻ തികയാതെ ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളതാ അവർ നിലത്തിരിക്കുകയാണ്. ഈ രാജ്യത്തുള്ള ഭരണകൂടം നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഈ വലിയ സദസ്സ് നമ്മെ ഉൾക്കൊള്ളാനാവാതെ തിങ്ങി വിങ്ങുകയാണ്. നമ്മൾ അഹങ്കരിക്കേണ്ട സമയമല്ല. നമ്മൾ കൂടുതൽ വിനീതരാവുക, റബ്ബിനോട് നമ്മൾ നന്ദിയുള്ളവരാവുക. ഇതിന് നമുക്ക് അവസരം നൽകിയിട്ടുള്ള ഈ രാജ്യത്തെ ഭരണകൂടത്തിന് വേണ്ടി നമ്മുടെ 5 നേര നിസ്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇഹ്ഫദ് ദൗലത്തൽ ഇമാറാത്തി മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. ഈ രാജ്യത്തെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ നീ കാത്തുകൊള്ളണമേ എന്നും, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കൂടുതൽ ഇസ്ലാമികമായ രൂപത്തിലുള്ള നന്മയുടെ കാര്യത്തിൽ മുന്നേറ്റത്തോടുകൂടി വീണ്ടും മുന്നേറാൻ നീ കരുത്ത് പകരണേ റബ്ബേ റഹ്മാനേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത എപ്പോഴും വേണം. നമ്മൾ നിവസിക്കുന്ന രാജ്യത്തോട് നന്ദിയും കൂറുമുള്ളവരായിത്തീരണം നമ്മൾ. ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഭരണാധികാരികൾ, അതിന്റെയും മീതെ എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിച്ച റഹ്മാനായ റബ്ബ്, ആ റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജീവിതം നമുക്ക് വേണ്ട. ആ റബ്ബിന്റെ നിയമങ്ങളെ എല്ലാ അർത്ഥത്തിലും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട. അതുകൊണ്ട് ഈ ഹാള് വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നമുക്കൊക്കെ നമ്മുടെ റബ്ബിനെ കാണണം. നമുക്ക് നമ്മുടെ രക്ഷിതാവിനെ സന്തോഷത്തോടെ പോയി നോക്കി നിൽക്കണം. അതിനുള്ള തൗഫീക്ക് കിട്ടണമെങ്കിൽ ഞാനിവിടെ വിശദീകരിച്ചതും അല്ലാത്തതുമായ നൂറുകണക്കിന് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പഠനങ്ങൾക്ക് നമ്മൾ സമയം കാണേണ്ടതുണ്ട്. ഇതുപോലെയുള്ള വേദികൾ എല്ലാ രംഗങ്ങളിലും നൽകിക്കൊണ്ട് നമ്മെ ഈ രാജ്യത്തുള്ള സർക്കാരും ഭരണകൂടവും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഇതുപോലെ ജൂലൈ 3 ഷാർജ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള കിതാബ് റൗണ്ട് അബൌട്ടിലുള്ള ഖസ്ർ അസ്സഖാഫ എന്ന പേരിൽ അറബിയിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഹാളുണ്ട്. അഥവാ കൾച്ചറൽ പാലസ് എന്നറിയപ്പെടുന്ന ഓഡിറ്റോറിയത്തിൽ ഇൻഷാ അല്ലാഹ് ഷാർജ ഗവൺമെന്റ് നമുക്ക് മലയാളികൾക്ക് അനുവദിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്ന വെള്ളിയാഴ്ച തറാവീഹ് നമസ്കാരത്തിന്റെ ശേഷം നടക്കുകയാണ്. സൗകര്യമുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, രാജ്യത്ത് അള്ളാഹുവിന്റെ നിയമങ്ങൾ, ആ കൃത്യമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ, ഖുർആൻ പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ, ഹദീസുകൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ, ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള മർക്കസുകൾ എല്ലാം നൽകിക്കൊണ്ട് ഒരു ഭരണകൂടം നമ്മെ മാടി വിളിക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിന്നാൽ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഈ ഗ്രന്ഥം പഠിക്കാൻ നിനക്ക് അവസരമുണ്ടായിട്ട് നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി ഭയന്ന് വിറക്കേണ്ടി വരുന്ന ഒരു ദുരന്തം, അതിന് നമ്മൾ ഇരയായിക്കൂടാ, അതിന് നമ്മൾ കാരണക്കാരായിക്കൂടാ. അതുകൊണ്ട് നന്നായി അറിവ് നേടുക, നന്നായി പഠനം നടത്തുക, റബ്ബിനെ ശരിക്കും അറിയുക. എങ്കിലേ അവനെ കാണാൻ മോഹമുണ്ടാവുകയുള്ളൂ. അവന്റെ കൽപ്പനകൾ, എല്ലാം അറിയാവുന്ന അവന്റെ കൽപ്പനകൾ ഞാനൊരിക്കലും തിരസ്കരിച്ചുകൂടാ എന്ന ചിന്തയോടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകണം. ആ അവസരത്തിലാണ് നമ്മോട് മലക്കുകൾ പറയുക, ഇർജിഇ, മടങ്ങിക്കോ നിന്റെ റബ്ബിലേക്ക്, റാദിയത്തൻ മർദിയ, തൃപ്തി
തൃപ്തിയുള്ള, ആ നിലക്ക് റബ്ബിന്റെ തൃപ്തി കിട്ടിയ, എല്ലാ അർത്ഥത്തിലും ആനന്ദത്തോടെ മടങ്ങിക്കോ എന്ന് പറയപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ പോകണം. ഈ വിഷയങ്ങളിലൊക്കെയുള്ള കൃത്യമായ പഠനങ്ങൾ നിങ്ങൾ നടത്തണം. സഹോദരങ്ങളെ, പരലോക വിശ്വാസം എന്ന പേരിൽ 84ഓളം പ്രഭാഷണങ്ങൾ നടത്തിയത് യൂട്യൂബിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന പേരിൽ നടത്തിയ ധാരാളക്കണക്കിന് ക്ലാസുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഒരുപാട് പ്രഭാഷകന്മാരുടെ, ഒരുപാട് പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള ആധികാരികമായ പഠനങ്ങൾ നിങ്ങൾക്ക് നെറ്റ് സംവിധാനങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും. അതിനൊക്കെയാണ് നിങ്ങൾ നെറ്റ് ഉപയോഗപ്പെടുത്തേണ്ടത്, അതൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്, അതൊക്കെയാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ശരിയായ അറിവ് നേടിയാലും പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി തേടിക്കൊണ്ട് അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പോലെ തവഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ, നീ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരുടെ കൂടെ നീ ഞങ്ങളെ ചേർത്ത് തരണമേ. ആ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ച് അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹികൽ കരീം, നിന്റെ മുഖത്തേക്ക് നോക്കി ആനന്ദിക്കാനുള്ള സൗഭാഗ്യം നീ തരണേ റഹ്മാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും കൈമുതലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഈ പാതിരാവ് പിന്നിട്ട ഈ സമയം അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായി ഒരുമിച്ച് കൂടുന്ന ഈ സദസ്സ്, റഹ്മാനായ റബ്ബ് ഇറങ്ങി വന്നുകൊണ്ട് ഫഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ തരാം, പാപമോചനം തേടുന്നവരുണ്ടോ തരാം, തൗബ തേടുന്നവരുണ്ടോ തൗബ സ്വീകരിക്കാം എന്ന് പറയുന്ന നേരമാണിത് സഹോദരങ്ങളെ. രാവേറെ ചെന്ന ഈ സമയത്ത് ഈ മഹനീയമായ സദസ്സിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് നീ സ്വീകരിക്കണം റഹ്മാനെ. റഹ്മാനായ നാഥ, സാധുക്കളായ പാപികളായ ഞങ്ങളുടെ അമലുകൾ നീ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കണമേ നാഥ. അതിന്റെ ന്യൂനതകൾ നീ മറച്ചു വെച്ച് നാളെ പരലോകത്ത് സന്തോഷത്തോടെ നിന്റെ മുഖത്തേക്ക് നോക്കി ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ മക്കൾക്കുമെല്ലാം ഇസ്ലാം അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നീ പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് ശിഫ തരണേ നാഥ. മനസ്സ് വേദനിക്കുന്ന ആയിരങ്ങളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, ശരീരം വേദനിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ആശ്വാസം പകരണേ നാഥ. രോഗികളായി ആസ്പത്രികളിൽ ICU യൂണിറ്റുകളിൽ കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ, സമ്പൂർണമായി ശിഫ നൽകണമേ നാഥ. റഹ്മാനായ നാഥ, എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ഈ രാജ്യത്ത് നീ സമാധാനം ചൊരിഞ്ഞുകൊണ്ടിരിക്കണമേ നാഥ. മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഫിത്നകളുമായി നടക്കുന്ന എല്ലാവിധ ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ രാജ്യത്തെയും മറ്റെല്ലാ രാജ്യങ്ങളെയും നീ രക്ഷിക്കണമേ നാഥ. എല്ലാ അർത്ഥത്തിലും റബ്ബേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റബ്ബേ. തഖ്വ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഈ റമദാനിന്റെ ഏറ്റവും പുണ്യമേറിയ ഈ രാത്രിയിൽ നിന്നിലേക്ക് ഞങ്ങൾ കരമുയർത്തുന്നു റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങളോട് പൊറുക്കണേ നാഥ. ഏതെങ്കിലും അമലുകളിൽ ഞങ്ങളുടെ നീയത്തിൽ അല്പമെങ്കിലും കളങ്കം വന്നു പോയെങ്കിൽ, ഇഖ്ലാസ് വല്ലതും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. നിന്റെ അമൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ നിന്ന് നീ ഞങ്ങൾ രക്ഷിക്കണേ റഹ്മാനെ. നിന്റെ സംഭാവന എനിക്ക് വേണ്ടടാ, നീ പേര് കിട്ടാൻ വേണ്ടിയാണ് സ്വതക്ക ചെയ്തത്, അവരുടെ അടുത്ത് പോയി കൂലി വാങ്ങിക്കോ എന്ന് ആട്ടിയകറ്റപ്പെടുന്ന പണക്കാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനെ. നിന്റെ ഒരു പ്രവർത്തനവും എനിക്ക് വേണ്ടടാ. നീ ഷഹീദായത്, നീ ഇസ്ലാമിന്റെ മുമ്പിൽ പ്രവർത്തിച്ചത് ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയാണ്. നിന്റെ അമൽ എനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹീദിനെ പിടിച്ച് നരകത്തിലേക്ക് തള്ളിവിടുന്ന സമയത്ത് റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നവരാണ്, ഞങ്ങൾ പ്രസംഗം കേൾക്കുന്നവരാണ്, ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണ്, ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പെടുക്കുന്നവരാണ്, ഞങ്ങൾ അമൽ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളാലാകുന്ന ഹിദമത്ത് ചെയ്യുന്നവരാണ് റഹ്മാനെ. റഹ്മാനെ, കല്ലും നെല്ലും വേർതിരിക്കുന്ന നിന്റെ
പരലോക കോടതിയിൽ വെച്ച് നിന്റെ അമലുകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ആട്ടിപ്പായിക്കുന്ന പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാപികളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സമാധാനം തരണം റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, അർഹമായ ജോലി നൽകി ആദരിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത രക്ഷിതാക്കളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ അവർക്ക് അർഹരായ യോജിച്ച ഇണകളെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നീ സമാധാനം ചൊരിയണേ നാഥ. ഇനിയും ഒരുപാട് സദസ്സുകളിൽ അല്ലാഹുവിന്റെ ദീനിനെ പറ്റി സംസാരിക്കാനും അത് കേൾക്കാനും ആത്മാർത്ഥമായി ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ തെറ്റിദ്ധരിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഞങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്, ഞങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയും യഥാർത്ഥമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അവർക്കും പഠിക്കാനും ഞങ്ങളോടൊന്നിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടിയും റഹ്മാനായ നാഥ നീ അനുഗ്രഹങ്ങൾ ചൊരിയണേ നാഥ. ഈ വലിയ സമ്മേളനം, ഈ മഹാസംഗമം ഇവിടെ ഒരുക്കാൻ വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച പ്രവർത്തകന്മാരുണ്ട്, എല്ലാ അർത്ഥത്തിലും ഇതിനെ പിന്തുണച്ചവരുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരീ സഹോദരന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സംവിധാനങ്ങളിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹുവേ നീ പൊറുക്കേണമേ. ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു നാഥാ, നീ ഞങ്ങളുടെ പാപങ്ങളെ മുഴുവനും പൊറുത്തു തരാതെ ഈ വേദി വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയരുതേ അല്ലാഹു. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്കല്ലാതെ ഈ മജ്ലിസ് വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയരുതേ നാഥാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, അല്ലാഹുമ്മ റഹംനാ യാ റാഹിമൽ മസാകീൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വതഖശുഅനാ വതദർറുഅനാ വതമ്മിം തഖ്സീറനാ വസ്തജിബ് ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദീർഘമായ സമയം അർത്ഥഗർഭമായ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ഹുസൈൻ സലഫിക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സന്നിഹിതരായ ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന കാര്യമാണ്. നേരത്തെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ 5188 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നേരത്തെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ 5188ലേക്ക് ബ്ലാങ്ക് SMS അയക്കുക. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇതേ നമ്പറിലേക്ക് ഇനി പറയും പ്രകാരമാണ് SMS അയക്കേണ്ടത്. ആദ്യം പേര്, പിന്നീട് #